മോർണിംഗ്. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി പഠിക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ചുരുക്കിയെന്ന് പറയാൻ കുറച്ച് കാര്യങ്ങളെ പഠിച്ചോളൂ. ഒന്ന് ബയോടെക്നോളജി എന്താണെന്ന് പഠിച്ചു. ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ യൂസിങ് ലിവിംഗ് ഓർഗാനിസംസ് ഓർ ദർ എൻസൈംസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഫോർ ഹ്യൂമൻ വെൽഫെയർ അല്ലേ. അപ്പോൾ ജന്തുക്കളെയോ അല്ലെങ്കിൽ അവിടെ എൻസൈമുകളോ മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ പ്രൊഡക്റ്റോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാം തരംതിരിച്ച് പഠിച്ചു. ഒന്ന് വാട്ട് ഈസ് ഏൻഷ്യന്റ് ബയോടെക്നോളജി, മറ്റൊന്ന് മോഡേൺ ബയോടെക്നോളജി. അതിൽ ഏൻഷ്യന്റ് ബയോടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് പണ്ട് വരെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പത്തിന് മാവ് പുളിപ്പിക്കുന്നത്, ബ്രെഡ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കുന്നത്. പിന്നെ പുസ്തകത്തിൽ പറയാത്തൊരു കാര്യങ്ങളെ പറഞ്ഞു, ഉൾക്കിഫോർട്ട് ചീസ് ഉണ്ടാക്കുന്ന കഥയും പറയുന്നു. അതൊക്കെ വളരെ ഏൻഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ മോഡേൺ ആയിട്ട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന് DNA വാക്സിൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന്, മറ്റൊന്ന് കറക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് ജീൻ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞത് പിന്നീട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ടെസ്റ്റ് ഓഫ് ബേബീസ്, അത് ഇൻവിട്രോ എന്നൊരു പുതിയ കാര്യമൊക്കെ പഠിച്ചു. പിന്നെ നമ്മളൊരു ജനറ്റിക് എഞ്ചിനീയറിംഗ്, പിന്നെ മോഡേൺ ബയോടെക്നോളജി രണ്ടാം തരത്തിൽ ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്, മറ്റൊന്ന് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ആണ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ നമ്മൾ പഠിച്ചു. ഒരു ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു കഥ. അത് ശരിക്കും ഒരു ട്രൂ സ്റ്റോറി അല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് മനുഷ്യന് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് മനുഷ്യൻ തികയാതെ വരുമ്പോൾ നമ്മൾ ബാക്ടീരിയ കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പഠിച്ചു. അതായത് മനുഷ്യന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകാൻ കാരണമായ ഒരു ജീനുണ്ട്. ആ ജീൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മനുഷ്യൻ തികയുന്നില്ല. സ്വാഭാവികമായിട്ട് ജീനിനെ ആരിലേക്ക് മാറ്റുന്നു? ഒരു ബാക്ടീരിയയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ബാക്ടീരിയ ആരായി മാറുന്നു? റീകോവലന്റ് ബാക്ടീരിയയായി മാറുന്നു. ആ ബാക്ടീരിയയെ നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വളർത്തുവാണെങ്കിൽ അത് അതിന്റെ ജീനിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെ അത് നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ ഉണ്ടാക്കി തരും. അങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധ്യത എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് എഴുതി വെക്കുന്നത്, അതിന് വേറെ കാരണമുണ്ട്. പക്ഷേ ദിസ് ഇസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, പിന്നെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഒരു കാര്യം പഠിക്കണം. അതെന്താ പറയാ, ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ ഒരു ഡെഫിനിഷൻ, അതായത് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുള്ളതിനെ പറ്റി EFB എന്നൊരു സംഘടനയുണ്ട്. ദാറ്റ് ഈസ് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, EFB. ഇതൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. അതിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. അതിന് മുമ്പ് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? നമ്മൾ എന്താ നേരത്തെ ചെയ്തത്? നമുക്ക് ഇഷ്ടമുള്ള ജീനെ മുറിച്ചെടുത്തു, ഒരു വെക്ടർ ഉപയോഗിച്ച് മറ്റൊരു ജീവിയിലേക്ക് കടത്തിവിട്ടു. ആ ജീനിനെ സ്വന്തം ഓറി ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തന്റെ തലമുറയിലേക്ക് കൊടുത്തു. അങ്ങനല്ലേ? ആ തലമുറയിൽ ജന്തു വളരുന്ന മാധ്യമത്തിൽ നമ്മൾ എന്ത് ജീനാണ് കൊടുത്തത്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി അല്ലേ? അപ്പൊ നമ്മൾ എന്താ, വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എ ജീൻ ഇൻ ടു ആൻ ഓർഗാനിസം. അതിനുമ്പോൾ വി സെലക്ടഡ് ആ ജീൻ. നമുക്ക് താല്പര്യമുള്ള ജീൻ നമ്മൾ സെലക്ട് ചെയ്ത്, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസൈറബിൾ ജീൻ, അതായത് സെലക്ട് ചെയ്ത് അതിനെ മറ്റൊരു വെക്ടർ ഉപയോഗിച്ച് ഒരു ജീവിയിലേക്ക് കടത്തി, ഹോസ്റ്റിലേക്ക് കടത്തിവിട്ടു. ഹോസ്റ്റ് അതിനെ സ്വീകരിച്ചിട്ട് ആ ഹോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത DNA മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ ഓറി എന്ന സാധനത്തിന് കഥ നമ്മൾ പഠിച്ചു. അപ്പോൾ ദാറ്റ് ഓർഗാനിസം ഹോസ്റ്റ് ഹാസ് റിസീവ്ഡ് ദ ജീനോം ഓർ DNA ആൻഡ് ട്രാൻസ്ഫേർഡ് ഇറ്റ്സ് പ്രോജനി. അതിന്റെ പ്രോജനി കൊടുത്തു. നമ്മൾ പഠിച്ചു ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തുകൊടുത്തുവാണ്. ആൻഡ് ആൾസോ ദാറ്റ് ക്യാൻ ഏബിൾ ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് പ്രോഡക്ട്സ്. ഇതല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? വി ഹാവ് ചേഞ്ച് ദ ജീൻ, കെമിസ്ട്രി ഓഫ് ദ ജീൻ അല്ലെ? നമ്മളൊരു DNA കെമിസ്ട്രി മാറ്റി കാണിച്ചത്. ആ പടം ഒന്ന് ഓർത്ത് നോക്കി. ഒരു വൈറസിന്റെ പ്ലാസ്മിഡ് പുറത്തെടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഫോറിൻ ജീൻ ഒട്ടിച്ചു കൊടുത്ത് ആ പ്ലാസ്മിന്റെ കെമിസ്ട്രി മാറ്റി കാണിച്ചിരുന്നു. എന്നിട്ട് നമ്മളൊരു ബാക്ടീരിയയിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ? ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആ ഹോസ്റ്റ് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൈമാറുന്നു. കുഞ്ഞുങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വളർന്ന മാധ്യമത്തിൽ ആ ജീനിനകത്ത് എന്താണോ കോടിയിരിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കും അല്ലെ? സോ നമ്മൾ അതിന് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ പടം ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നില്ല, അതിന് സമയമില്ല, അങ്ങനെ അത് ഓർത്തോണം. നമ്മളൊരു ജീനിയെ സെലക്ട് ചെയ്തു, ഒരു പ്ലാസ്മിലേക്ക് അതിനെ ഒട്ടിച്ചു വെച്ചു, ആ പ്ലാസ്മിനെ ഒരു ബാക്ടീരിയയിലേക്ക് കടത്തി വിട്ടു അല്ലെ? എന്നിട്ട് ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ ജീനുകളെല്ലാം അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം വരച്ച പടമാണ്, ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല. ഇതായിരുന്നു ആ ജീനെങ്കിൽ ഇത് ആ ബാക്ടീരിയ ആ സന്താനങ്ങൾക്ക് അത് കിട്ടുന്നു അല്ലേ?
പ്രോസസ്. അപ്പോൾ we have selected a DNA, attached to the plasmid, that is introduced to the host organism transferred to its progeny and again. So ഈ പ്ലാസ്മിഡിന്റെ നമ്മൾ എന്ത് മാറ്റി, അല്ലാതെ ഫോറിൻ ജീൻ കയറ്റി വെച്ച് അതിന്റെ ജീനോടൈപ്പ് മാറ്റി. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ നോക്കൂ. വാട്ട് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന ഡെഫിനിഷൻ പറയുകയാണ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ദാറ്റ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ. ദാറ്റ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ. എന്താ നോക്കി, ഇതാണ് നമ്മൾ ആദ്യം എടുത്ത ബാക്ടീരിയ. അതിന്റെ പ്ലാസ്മിഡിനെ പുറത്തെടുത്തു. ഈ പ്ലാസ്മിഡിനെയാണ് നമ്മൾ ഫോറിൻ ജീൻ ഒട്ടിച്ചു വെച്ചത്. അപ്പൊ ഈ പ്ലാസ്മിഡിന്റെ കെമിസ്ട്രി മാറ്റി. എങ്ങനെ? വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഫോറിൻ ജീനോം. ശരിയല്ലേ? നമ്മൾ ഒരു ബാക്ടീരിയ എടുത്തതിന്റെ പ്ലാസ്മിഡ് പുറത്തെടുത്തു. ആ പ്ലാസ്മിനകത്ത് വേറെ ഫോറിൻ ജീൻ ഒട്ടിച്ചു വെച്ചപ്പോഴേക്കും ഇതിന്റെ എന്ത് മാറി? കെമിസ്ട്രി മാറി. എന്താ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടന എന്ന് അർത്ഥമുള്ളൂ അല്ലെ? പുസ്തകത്തിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഘടന എന്ന അർത്ഥത്തിലാണ്. നമുക്ക് പിന്നെ നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊക്കെ ഡീറ്റെയിൽസ് അപ്പോൾ അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പുതിയ വെളിയിൽ നിന്ന് ഒരാൾ എന്ന് ചോദിക്കുകയാണ്, ഓഫീസ് എവിടെയാണ്? അപ്പൊ നിങ്ങൾ ഓഫീസ് എനിക്ക് താണ്ടാക്കിട്ടുണ്ട്, താഴ്ന്ന നില അപ്പുറത്താണ്. അപ്പൊ നിങ്ങൾക്ക് ആ സ്കൂൾ മുഴുവൻ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ തന്നെ കെമിസ്ട്രി അറിയാമെന്ന് പറയും. ആ സ്കൂളിന്റെ കെമിസ്ട്രി എനിക്കറിയാം എന്ന് വെച്ചാൽ അർത്ഥം സ്കൂളിന്റെ ഓരോ ഘടനകൾ എവിടെ ആയിരിക്കുന്നത് എനിക്കറിയാം. അത്ര അർത്ഥമുള്ളൂ. അതുപോലെ അത് ആ അർത്ഥത്തിലൂടെ കൊടുത്തില്ല. സോ വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോറിൻ ജീനോം ആൻഡ് ആഫ്റ്റർ ദ കെമിസ്ട്രി മാറ്റി ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇൻടു എ ഹോസ്റ്റ്. അതാണ് ഹോസ്റ്റ് സ്വീകരിച്ചു. ഇൻട്രൊഡ്യൂസ് ഇൻടു എ ഹോസ്റ്റ് അല്ലെ? ആ ഹോസ്റ്റ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്സ് പ്രോജനി അല്ലെ? അപ്പൊ ഈ ഹോസ്റ്റിലേക്ക് ഞാൻ ഫോറിൻ ജീൻ കടത്തി വിട്ടപ്പോൾ അതിന്റെ എന്ത് മാറി? ജീനോടൈപ്പ് മാറി അല്ലെ? ഫോറിൻ ജീൻ കടത്തി വിട്ടപ്പോൾ ഈ ഹോസ്റ്റ് എന്ന ബാക്ടീരിയ ജീനോടൈപ്പ് മാറി. ജീനോടൈപ്പ് മാറി എന്ത് മാറും? ഫീനോടൈപ്പ് മാറും അല്ലെ? നമ്മൾ ജീനോടൈപ്പ് മാറ്റി കഴിഞ്ഞാൽ ഫീനോടൈപ്പ്, നമ്മുടെ സ്വഭാവത്തിന്റെ എല്ലാ പ്രകടനത്തെയും വിളിക്കുന്ന പേര് ഫീനോടൈപ്പ് എന്നാണ്. ഫീനോടൈപ്പിന് കാരണം എന്താണ്? നമ്മുടെ ജീനോടൈപ്പ് ആണ്. അപ്പൊ നമ്മുടെ ജീനോടൈപ്പ് മാറിയാൽ ഫീനോടൈപ്പ് മാറും. ഞാൻ ഈ ബാക്ടീരിയയുടെ ജീനോടൈപ്പ് മാറ്റിയപ്പോൾ അതിന്റെ ഫീനോടൈപ്പ് മാറി. ഫീനോടൈപ്പ് അറിയാലോ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടർ. വാട്ട് ഈസ് ജീനോടൈപ്പ്? ദാറ്റ് ഈസ് ജനറ്റിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റുവന്റ് ബിഹൈൻഡ് ദാറ്റ് ക്യാരക്ടർ ഈസ് കാൾഡ് ജീനോടൈപ്പ് അല്ലെ? ഒരാൾക്ക് പിന്നീട് ചുരുണ്ട മുടി ഉണ്ടാകുന്നു. ചുരുണ്ട മുടി ഒരു ഫീനോടൈപ്പ് ആണ്. അതിന് കാരണം ഒരു ജീനാണ്. ആ ജീനിന്റെ പേരെന്താണ്? ജീനോടൈപ്പ്. അപ്പൊ ജീനോടൈപ്പ് ഫീനോടൈപ്പ്. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ കേട്ടോളൂ. Genetic engineering is the technique that alters the chemistry of a genetic material to introduce this into a host organism to change its phenotype. അല്ലേ? അതൊന്ന് വീട്ടിൽ പറയാം. To change its genotype and also leading to change in the phenotype. ഇത്രയും പറയാമല്ലോ. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇവിടെ ഞാൻ പറയുന്നു ഇറ്റ്സ് എ ടെക്നിക് ദാറ്റ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ. നോക്കൂ, ഞാനൊരു DNA മുറിച്ചെടുത്ത് ഈ ബാക്ടീരിയയുടെ കെമിസ്ട്രി മാറ്റി introducing it into a host organism, ഒരു ഹോസ്റ്റിലേക്ക് കടത്തി വിട്ടു അല്ലെ? By that we are changing its genotype also to the phenotype. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. പഠിക്കാനാണ് നമ്മൾ ആദ്യം ഒരു പടം വരച്ചത്, മനസ്സിലായല്ലോ. സോ ബൈ ദിസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, നമ്മുടെ ബയോടെക്നോളജി എഴുതിയിരിക്കുന്നെങ്കിലും നമ്മൾ പഠിക്കുന്നതാണ് we are studying genetic engineering, GE. ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രി മാറ്റുന്നു by introducing foreign genome. That altered genetic material is introduced into a host organism. അങ്ങനെ മാറ്റിയ വഴി ആ ഹോസ്റ്റ് ഓർഗാനിസം സ്വീകരിക്കുന്നത് കൊണ്ട് അതിന്റെ ജീനോടൈപ്പ് മാറുന്നു. തൊട്ടു പിന്നാലെ അതിന്റെ ഫീനോടൈപ്പ് മാറുന്നു. ഇതാണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ. ആര് പറയുന്നത്? നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിക്കാൻ എഴുതിത്തോടാം. ടെക്നിക് ദാറ്റ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ഒരു ജനറ്റിക് മെറ്റീരിയൽ കെമിസ്ട്രി മാറ്റി ടു ഇൻട്രൊഡ്യൂസ് ദീസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാനിസം, അതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസം കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് മാറ്റി. So that we can change the genotype of the organism which lead to the change in the phenotype of an organism. അല്ലേ? അപ്പൊ ജീനോടൈപ്പ് മാറാതെ ഫീനോടൈപ്പ് മാറില്ല എന്നുള്ളതുകൊണ്ട് നേരിട്ട് ഫീനോടൈപ്പ് മാറുന്നു പറഞ്ഞാലും മതി. എന്നാലും നമ്മൾ അത്രയും റിസൾട്ട് പറയണം. We have to introduce it to host organism so that it changes the genotype and leading to the change in the phenotype. മനസ്സിലായല്ലോ? ഇതാണ് എന്റെ ഡെഫിനിഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഞാൻ നിർത്തി പലവണ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആയിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇറ്റ്സ് എ ടെക്നിക് ദാറ്റ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ഇൻടു ഹോസ്റ്റ് ഓർഗാനിസം ടു ചേഞ്ച് ഇറ്റ്സ് ജീനോടൈപ്പ് സോ ദാറ്റ് ടു ചേഞ്ച് ഇറ്റ്സ് ഫീനോടൈപ്പ്. സിമ്പിൾ അല്ലേ? ഇത് തന്നെയാണ് EFB എന്ന് പറയുന്ന യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. ഇത് പരീക്ഷയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. വാട്ട് ഈസ് EFB എന്താ ചോദിക്കും. അപ്പൊ അത് തന്നെ എന്ന് ചോദിക്കും. MOET പഠിച്ചവർ ചോദിക്കും എന്താണ് EFB? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. അതായത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അവർ ഇന്റർവെൻഷൻ കൊടുത്ത് ഇതേ അർത്ഥം വരുന്ന
ഒരു ടെക്നിക്കൽ ടേമാണ്. ഇപ്പൊ മാറ്റം ഉണ്ടെന്നുള്ള അർത്ഥം ഒന്നും തന്നെയാണ്. നിങ്ങൾക്ക് എന്താന്ന് കേട്ടുള്ളൂ, ഇറ്റ് ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് ബയോളജി എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ബി.എഡ് ഡിഗ്രി കഴിഞ്ഞ ശേഷം ബി.എഡ് ബയോളജി പഠിക്കാൻ പോകുമ്പോൾ ഒരു നാച്ചുറൽ സയൻസ് പഠിക്കുന്നത്. അവിടെ ബോട്ടണി സുവോളജി ഒന്നുമില്ല, നാച്ചുറൽ സയൻസ് ജൈവശാസ്ത്രം നടത്തുക. ഇസ് ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം ഓർ സെൽ. നാച്ചുറൽ സയൻസിനെ ജീവിയുമായിട്ട് കമ്പൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റ് കമ്പൈൻ ചെയ്യുക എന്നർത്ഥം. ഇറ്റ് ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് വിത്ത് ഓർഗാനിസം, ജീവിയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓർ സെൽ, ഏതാ ജീവിയുടെ സെല്ലുമായിട്ട്. ഓർ പാർട്ട് ദെയർ ഓഫ്, സെല്ലിന്റെ പാർട്ട് എന്തുവാ? സെല്ലിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള DNA ആണ് അല്ലേ, നമ്മുടെ ഇവിടെ DNA ആവശ്യം. സോ ഇറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് വിത്ത് ആൻഡ് ഓർഗാനിസം. ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം, ജീവജാലവും ബയോളജി തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? സെൽസ് ഓർ പാർട്ട് ദെയർ ഓഫ് ആൻഡ് മോളിക്കുലാർ അനലോഗ്. എവിടെ വരെ? അതിന്റെ ഘടനാപരമായി, ജനിതകപരമായി അല്ലെങ്കിൽ മോളിക്കുലാർ ബേസിലേക്ക് ചെന്ന് അടങ്ങി വെക്കുന്നത്. ഫോർ പ്രാക്ടീസസ് ആൻഡ് സർവീസസ്. അനലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തുന്ന അർത്ഥം. പ്രാക്ടീസും സർവീസും, അതായത് ജീവജാലത്തിൽ സെല്ലിലോ അവയുടെ കോശത്തിനുള്ളിലുള്ള മോളിക്കുലാർ മെറ്റീരിയലിലോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രോഡക്റ്റോ സർവീസോ എടുക്കുന്ന മെത്തേഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആര് വിളിച്ചത്? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. നിങ്ങളടുത്ത് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അപേക്ഷിച്ച് ചോദിക്കത്തില്ല, പക്ഷെ EFB എക്സ്പാൻഷൻ ചോദിക്കും. അതുപോലെ UFB കൊടുത്ത ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇത് ആരെ കൊടുത്തതെന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ സിംപ്ലി പറയുന്നു, EFB കൊടുത്ത ഡെഫിനിഷൻ ഈസ് ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം ഓർ സെൽ ഓർ പാർട്ട് thereof ടു ഇൻ മോളിക്കുലാർ അനലോഗ്. മോളിക്കുലാർ അനലോഗ് എന്ന് വെച്ചാൽ അതിന്റെ ഘടനാപരമായ തന്മാത്രാ തരത്തിലുള്ള മാറ്റങ്ങൾ. ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ വേണ്ടിയിട്ട് ഘടനാപരമായ മാറ്റങ്ങൾ തന്മാത്രാ തരത്തിൽ സെല്ലിലോ ജീവജാലങ്ങളിലോ വരുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോടെക്നോളജി. ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം. ജീവജാലങ്ങളും ജീവശാസ്ത്രവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് സെല്ലിലോ സെല്ലിന്റെ പാർട്ടിലെയോ അല്ലെങ്കിൽ മോളിക്കുലാർ അനലോഗ് ജീവപരമായിട്ടുള്ള മോളിക്കുലാർ പരമായിട്ടുള്ള തന്മാത്രപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രോഡക്റ്റോ സർവീസോ മെത്തേഡിൽ വിളിക്കുന്ന പേരാണ് EFB കൊടുത്ത ഡെഫിനിഷൻ. പുസ്തക ഡെഫിനിഷൻ അതുപോലെ തന്നെ പഠിക്കാം. ചൂടെ ഒന്ന് നീട്ടി പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളുടെ ഡെഫിനിഷൻ അതുപോലെ പഠിക്കാൻ പുസ്തകം എടുക്കുക. അപ്പോ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് ബയോടെക്നോളജി, മോഡേൺ ബയോടെക്നോളജിയുടെ രണ്ട് ഘട്ടമാണ്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, മറ്റൊന്നുകൂടെ ഉണ്ടല്ലോ, എന്താണ്? പ്രോസസിംഗ്, ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ് രണ്ടാമത്തെ ഘട്ടം. ഒന്നാം ഘട്ടം നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്തു. ഓക്കെ, നോർത്ത് നോക്കി. സപ്പോസ് ഇൻസുലിൻ ഉണ്ടാക്കാൻ ജീവിയിലേക്ക് കടത്തി വിട്ടു, ബാക്കിലേക്ക് കടത്തി വിട്ടു, ഹോസ്റ്റിലേക്ക് കടത്തി വിട്ടു, ഹോസ്റ്റൽ ആ DNA മൾട്ടിപ്ലൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഇതിന് നമുക്ക് എന്ത് കിട്ടണം? ജീവജാലത്തിന്റെ പ്രോഡക്റ്റ് കിട്ടണം. എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റ്? സപ്പോസ് ഇത് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള DNA ആണെങ്കിൽ ഈ ബാക്ടീരിയ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇൻസുലിൻ ആണല്ലേ. ഓക്കെ, ഈ ബാക്ടീരിയ നമ്മൾ വളർത്തും. എവിടെ വളർത്തണം? എവിടെ വളർത്തണം? ബാക്ടീരിയ വളർത്തുന്ന എവിടെയാണ്? കൾച്ചർ മീഡിയത്തിലാണല്ലേ. പെറ്റ് ഡിഷ് പോലെ കൾച്ചർ മീഡിയം ഞാൻ പഠനത്തിൽ കാണിക്കും. ഇപ്പൊ നമ്മൾ ബാക്ടീരിയ കൾച്ചർ ഇങ്ങനെ ഒരു പെറ്റ് ഡിഷ് ഉണ്ട്, അതിനകത്തായി ഇതിങ്ങനെ വളർത്തി കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ കോളനിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ടീരിയ മാത്രം മൾട്ടിപ്ലൈ എടുക്കാൻ പറ്റില്ല. ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ട്, എല്ലാത്തരം ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ട് അല്ലേ. എല്ലാത്തരം ബാക്ടീരിയ എല്ലായിടത്തും ഉള്ളപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയ മാത്രം ഒരു പാത്രത്തിൽ വളർത്തിയാൽ ബാക്ടീരിയ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ അധികം വന്ന ഭക്ഷണം രാവിലെ എടുക്കുമ്പോൾ പൊളിച്ചിരിക്കത്തില്ലേ? നിങ്ങൾ ബാക്കി ഇട്ട് അടച്ചിടുന്നോണ്ടാണ്. അല്ല, ചായ അധികം വന്നു പല്ലായി പോകുന്നു, ചീത്തയായി പോകുന്നു, പാല് എടുക്കാൻ താമസിച്ചു പിരിഞ്ഞു പോകുന്നു അല്ലേ. തന്നെ ബാക്ടീരിയ ഒന്ന് വീഴുന്നതാണ്. അത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാക്ടീരിയ മാത്രം മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. വേറെ ഒരു ആശാൻ ഇത് വളരാൻ പാടില്ല. അതിന് ചില ടെക്നിക്കുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിൽ നിന്ന് എന്തെടുക്കണം? ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒന്നും നമുക്ക് വേണ്ട. ഈ ബാക്ടീരിയ പല പ്രോഡക്റ്റും ഉണ്ടാകും അല്ലെ. നിങ്ങളിപ്പോ ഒരു എലി ചത്ത് കിടന്നാൽ അതിന് അഴുക്കുന്ന ബാക്ടീരിയ. എലിയുടെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ട്? ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട് അല്ലെ. ഇതെല്ലാം ശരീരത്തുണ്ട്. മാംസ്യങ്ങളുണ്ട്, ഒരുപാട് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ട്. ഇതിനെല്ലാം ബാക്ടീരിയ ഒന്ന് വിഘടിപ്പിക്കാം. നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവ അബ്സോർഷൻ നടത്തുന്ന ഓർഗാനിസമാണ്. എങ്ങനെ എന്താ അബ്സോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനരസങ്ങൾ ശരീരത്തിൽ പുറത്തേക്ക് വിട്ടതിന് ശേഷം വസ്തുക്കൾ അവിടെ വിഘടിപ്പിച്ച ശേഷം ആവശ്യമുള്ള മാത്രം വലിച്ചെടുക്കുന്ന ജന്തുക്കളാണ് അതിന് ബാക്ടീരിയകൾ അല്ലേ. നമ്മളെ പോലെയാണോ? നമ്മളെന്താ നമ്മുടെ ഭക്ഷണത്തെ അകത്തേക്ക് എടുത്തതിന് ശേഷം ഹോളോസോയിക് ന്യൂട്രീഷനാണ് ചെയ്യുന്നത് അല്ലെ. ആവശ്യമുള്ള ശരീരത്തിനുള്ളിലിട്ട് ദഹിപ്പിക്കുക ചെയ്യുന്നത്. ഇവരങ്ങനെയല്ല, ദഹനരസങ്ങളെ പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ വളരുന്ന മാധ്യമത്തിലേക്ക് അത് എന്തിനെ പുറത്തേക്ക് വിടും?
അതിനാവശ്യമുള്ള ഉണ്ടാകുന്ന എല്ലാ ഇൻസുലിനും പുറത്തേക്ക് വിടും അല്ലേ. ഇപ്പം ഈ കൾച്ചർ മീഡിയത്തിൽ ബാക്ടീരിയ കൾച്ചർ മീഡിയത്തിൽ നിന്ന് ഭക്ഷണം വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഇട്ട സാധനത്ത് അതുപോലെ എടുക്കുന്നത് അതിനകത്ത് വരുന്ന ഘടകങ്ങൾ അത് വിഘടിപ്പിച്ചിട്ട് ആവശ്യമുള്ള മാത്രമേ വലിച്ചെടുക്കൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ അത് വളരുന്ന മാധ്യമത്തിലേക്ക് തന്റെ ശരീരത്തിൽ നിന്നും എന്തെല്ലാം പുറത്തേക്ക് വിടും. എന്താണ്? പ്രോട്ടിയേസ്, ലിപ്പേസ്, അമിലേസ്, ഇങ്ങനെയുള്ള ധാരാളം എൻസൈമുകളെ പുറത്തേക്ക് വിടും അല്ലെ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ദഹനം പോലെ തന്നെ അവന്റെ ദഹനം ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇന്റേണൽ ഡൈജഷൻ, ബാക്ടീരിയ ശരീരത്ത് എക്സ്റ്റേണൽ ഡൈജഷൻ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ 2 കോഴി ഇറച്ചിയുടെ കഷ്ണം എടുക്കുന്നു, നിങ്ങൾ തിന്നു മേശപ്പുറത്ത് വെച്ചേക്കുന്നു. നിങ്ങൾ തിന്നുന്ന ശരീരത്തിനുള്ളിൽ കിടന്ന് കഴിക്കുമ്പോൾ മേശപ്പുറത്തിരിക്കുന്നത് ബാക്ടീരിയ വന്ന് വിഘടിപ്പിക്കും. അതിന് സമയം എടുക്കുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ രണ്ടും ഒരുപോലെ നടക്കുന്നു. അപ്പോൾ ഇതിന് ഒപ്പം പുറത്തേക്ക് എന്തുകൂടെ വരും? നമ്മൾ കൊടുത്ത DNA പ്രോഡക്റ്റ് ആയ ഇൻസുലിനും വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി? ഇൻസുലിൻ മാത്രം പോരെ. അപ്പോൾ നമ്മുടെ മുന്നിൽ 3-4 വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഈ ബാക്ടീരിയ മാത്രം മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഒന്ന്, മറ്റൊരു ബാക്ടീരിയ ഒന്ന് വീഴാൻ സാധ്യത പാടില്ല. അങ്ങനെ ഒന്ന് അതിനെ നശിപ്പിച്ചു കളയണം. അതിനോട് ടെക്നിക്കൽ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടിയ ഈ റീകവറിംഗ് ബാക്ടീരിയ മാത്രം മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെറിയ അളവിലാണോ? അല്ല, ഇൻ ലാർജ് സ്കെയിൽ, വലിയ അളവിൽ വേണം. ആൻഡ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദീസ് ബാക്ടീരിയ ഇൻ ലാർജ് സ്കെയിൽ. വി ഹാവ് ടു സെപ്പറേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ബാക്ടീരിയ ഇൻ ലാർജ് സ്കെയിൽ. ഈ ബാക്ടീരിയ പുറത്തേക്ക് വിടുന്ന പ്രോഡക്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ മാത്രം വലിച്ചെടുക്കണം. വേണ്ടേ? ഈ 2 വെല്ലുവിളികളുണ്ടല്ലോ അല്ലെ. ഇതെല്ലാം ചേർത്ത് വിളിക്കുന്ന പേരാണ് ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. Where we can cultivate the recurrent bacteria alone in large scale and we have to separate the needed products or product of interest separate from the bacterial product and we have to produce it in large scale. അല്ലേ? അത് 2 വലിയ വെല്ലുവിളിയാണ്. ഇതെല്ലാം നടത്തുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. മനസ്സിലായി? അവിടെ എന്താ നോക്കൂ. This method is a chemical process that enable the growth of only the desired microbe. അല്ലേ? എന്താണ് നമുക്ക് ഇതിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് മെയിൻ്റെനൻസ് ഓഫ് ദ സ്റ്റെറൈൽ ആംബിയൻസ് എന്നാണ്. സ്റ്റെറൈൽ ആംബിയൻസ് ഈ ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഘട്ടമാണ്. അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വി ആർ മെയിൻറ്റെയിനിങ് ദ സ്റ്റെറൈൽ ആംബിയൻസ്. എന്താണ് സ്റ്റെറൈൽ എന്ന് വെച്ചാൽ? സ്റ്റെറൈൽ സ്റ്റെറൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ തന്നെ ഒരുപാട് പിന്നെ ഇപ്പൊ ഈ മാസ്ക് കെട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. സ്റ്റെറൈലായ മാസ്ക് ആയിരിക്കും കെട്ടേണ്ടത്. അല്ലെങ്കിൽ സിറിഞ്ച് വെച്ച് സൂചി വെച്ച് ഇഞ്ചക്ഷൻ സ്റ്റെറൈലായുള്ള സിറിഞ്ച് ആയിരിക്കണം. എന്ന് വെച്ചാൽ മറ്റൊന്നും ഒരു രോഗാണുക്കളും കടക്കാത്ത ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുവിനെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. പണ്ടൊക്കെ ആണെങ്കിൽ ഈ സിറിഞ്ച് പുതിയ സിറിഞ്ചെല്ലാം ഉപയോഗിക്കുന്നത്. പഴയ സിറിഞ്ച് ഒരിക്കലും ഉപയോഗിച്ചത് വീണ്ടും അടുത്ത കുത്തി വെക്കുമായിരുന്നു. നീഡിലും അതുപോലെ തന്നെ സിറിഞ്ചും ഒക്കെ. അപ്പൊ അത് ചെയ്താൽ വെള്ളത്തിലിട്ട് ഭയങ്കര തിളപ്പിക്കും. അപ്പൊ ബാക്ടീരിയ ചത്തു. അപ്പൊ അങ്ങനെ ബാക്ടീരിയ എല്ലാം കൊന്നെടുത്ത് ആ സിറിഞ്ച് സ്റ്റെറൈൽ സിറിഞ്ച് സ്റ്റെറൈൽ മനസ്സിലായി. സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ നമുക്ക് ഈ ബാക്ടീരിയകളെ വളർത്തുന്ന മാധ്യമത്തിൽ ഈ ബാക്ടീരിയ മാത്രമേ വളരാവൂ. മെയിൻ്റെനൻസ് ഓഫ് ദ സ്റ്റെറൈൽ ആംബിയൻസ്. ആംബിയൻസ് എന്ന് വെച്ചാൽ സാഹചര്യം. ബാക്ടീരിയ വളരുന്ന ആ സാഹചര്യത്തിലാണ് ആംബിയൻസ്. ഈ വലിയ വലിയ ഹോട്ടലൊക്കെ ചെന്നിട്ട് നല്ല ആംബിയൻസ് എന്ന് പറയത്തില്ല. ഇതാക്കും അനുകൂല സാഹചര്യം. നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ ഹോട്ടലിൽ ചെല്ലുകയാണ്. അപ്പൊ നിങ്ങൾ നല്ല അവിടെ ബഹളങ്ങളൊന്നുമില്ല, നല്ല ചെറിയ പാട്ടൊക്കെ ഉണ്ട്, ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ചുറ്റുപാടും സംസാരിക്കാനുള്ള സമയമുണ്ട്, സ്ഥലമുണ്ട്, നല്ല കാമാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ, AC ഇട്ടിട്ടുണ്ട്. അത് മനസ്സ് നല്ലൊരു സന്തോഷം തോന്നുക. നല്ല സ്റ്റെറൈൽ, നല്ല ആംബിയൻസ് എന്ന് പറയത്തില്ലേ. ഇതാണ് സ്റ്റെറൈൽ ആംബിയൻസ് വാക്കിനർത്ഥം. മറ്റൊരു ബാക്ടീരിയ വളരാതെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ടീരിയ മാത്രം, ഡിസൈഡ് ബാക്ടീരിയ മാത്രം വളർത്തുന്ന ഒരു എൻവയോൺമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് അല്ലെ, ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. ഞാൻ ഇത്ര പരത്തി പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇതുപോലെ മനസ്സിലാക്കി പോകണമെന്നുകൊണ്ടാണ്. എന്താണ് നോക്കുക. It is a sterile maintenance of the sterile ambience. എന്താണ്? It is a chemical engineering process to enable the growth of only the desired microbe. നമുക്ക് താല്പര്യമുള്ള മൈക്രോബ് മാത്രം വളരേണ്ട ഒരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായി? അതാണ് ഇതിനകത്തുള്ള ഒരു വെല്ലുവിളി. തീർന്നില്ല. ഡിസൈഡ് മൈക്രോബ് ആകാം, അല്ലെങ്കിൽ യൂക്കാരിഡ് സെൽ ആയിരിക്കും. അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോഴും പറയുന്നത് മൈക്രോബിൽ മാത്രമല്ല, യൂക്കാരിഡ് സെല്ലിൽ ഇതൊക്കെ ചെയ്യും, പിന്നെ പഠിക്കും. ദെൻ യൂക്കാരിഡ് സെല്ലിൽ സ്മോൾ ക്വാണ്ടിറ്റി ആണോ? We have to produce it in, we have to cultivate this bacteria in large quantity. നിങ്ങൾ നോക്കുക, ഈ പെട്രിഷനകത്ത് ഈ ബാക്ടീരിയ വളർത്തിയാൽ നമുക്ക് എത്ര ഇൻസുലിൻ കിട്ടും? ഒരു 5 മില്ലി അല്ലെങ്കിൽ 10 മില്ലി. 10 മില്ലി ഇൻസുലിനാണ് നമുക്ക് വേണ്ടത്. ഇത് രാജ്യത്തിന് വേണ്ടി നടന്ന പരീക്ഷണമാണ്.
അങ്ങനെ വരുമ്പോൾ ദ പ്രോഡക്റ്റ് മസ്റ്റ് ബി നീഡഡ് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ നേഷൻ. ശരിയല്ല, ഇപ്പൊ തന്നെ കോവിഡിനുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നുണ്ട്. വാക്സിൻ കണ്ടുപിടിച്ചാൽ പോലും എല്ലാവർക്കും കിട്ടാൻ വീണ്ടും 1 വർഷം എടുക്കുന്ന പറയുന്നത്. കാരണം എത്രമാത്രം വേണം? 135 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ വേണം. വേണ്ടേ? അപ്പം ഇത് വാക്സിൻസ് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി 135 ആംബ്യൂൾ ഉണ്ടാക്കി 135 കോടി ജനങ്ങൾ കയ്യിലെത്തണമെങ്കിൽ എത്ര എടുക്കും? വർഷങ്ങൾ പിടിക്കും. അപ്പം ഈ വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു കുപ്പിക്ക് 100 കിലോ ഉണ്ടാക്കിയത് മതിയോ? പോരെ, ലിറ്റർ കണക്ക് ഉണ്ടാക്കിയേണ്ടി വരും അല്ലേ? അതാണ് ഇവിടുത്തെ വെല്ലുവിളി. അപ്പോ നമുക്ക് ഒരു ലോകത്തുള്ള ജനതയ്ക്ക് വേണ്ടി മൊത്തത്തിലാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയ പോലെ പിന്നെ വലിയ ടാങ്കിനകത്ത് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ലാർജ് സ്കെയിൽ. പിന്നെ തീർന്നില്ല, ആൻഡ് പ്രൊഡ്യൂസിംഗ് ദ പ്രോഡക്റ്റ് ഇൻ ലാർജ് സ്കെയിൽ അല്ലേ? മാത്രമല്ല ഈ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ വേണം? ലാർജ് സ്കെയിൽ ഉണ്ടാക്കണം. ഏതാണ് പ്രോഡക്റ്റ്? ജസ്റ്റ് ലൈക്ക് വാക്സിൻസ് ഓർ ആന്റിബയോട്ടിക്സ് ഓർ എൻസൈംസ് എക്സെട്ര ഇൻ ലാർജ് സ്കെയിൽ. ഒന്നുകിൽ എൻസൈം ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കാം. ഏതാണെങ്കിലും ശരി, വാക്സിൻസ് ആയിരിക്കാം. ഏതാണെങ്കിലും ശരി, ചെറിയ ആളുകൾ മതിയോ? പോരാ, വലിയ ആളുകൾ വേണം. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ എ ലാർജ് സ്കെയിൽ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഇത്ര നേരം പരത്തി പറയുന്നുള്ളൂ. കേട്ടോ, ഒന്നും ഞാൻ പറയാം. ബയോടെക്നോളജിക്ക് വരുന്ന പ്രധാനപ്പെട്ട 2 കോർ ടെക്നിക്കാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പറഞ്ഞപ്പോൾ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് വിത്ത് ഓർഗാനിസം ഓർ സെൽ ഓർ പാർട്ട് thereof or molecular analog for product and services. തീർന്നു. എന്നാൽ യഥാർത്ഥ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്ന വിഷയം എന്നാൽ ഈസ് എ ടെക്നിക് ദാറ്റ് alters the chemistry of a genetic material, introducing it into a host organism, transferring it to its progeny and changing its genotype followed by phenotype. ഡെഫിനിഷനൊക്കെ അത് പഠിച്ചോണം അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്താണ്? ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. ഇറ്റ്സ് എ മെയിൻ്റനൻസ് ഓഫ് ദ സ്റ്റെറൈൽ ആംബിയൻസ്, പ്രൊഡ്യൂസിംഗ് ദ പ്രോഡക്റ്റ് ഇൻ allowing the growth of only the desired microbe or eukaryotic cell, producing the product in large scale just like enzymes or hormones or antibiotics or vaccines. ഇത്രയും കാര്യം ഇത്രയും പരത്തി പറഞ്ഞ് ഇത്രയും ഞാൻ പുസ്തകത്തിൽ പേരെടുത്ത് തരാം. അതിലുള്ള നോട്ട്, അതുപോലെ അതിലുള്ള പോയിന്റുകൾ അതുപോലെ നോട്ടായിട്ട് തന്നെ എഴുതി വരും. മനസ്സിലായില്ല? ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്? എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രാധാന്യം? അതാണ് എന്താണ് അതിന്റെ പ്രാധാന്യം അല്ലേ? സോ ഇമ്പോർട്ടൻസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ഇമ്പോർട്ടൻസ് എന്താ? നമ്മളൊരു കുറെ വെല്ലുവിളികൾ. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സ്വഭാവങ്ങളെ കമ്പൈൻ ചെയ്യാൻ സഹായിക്കുമല്ലോ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ഫോർ ദ കമ്പൈനിങ് ഓഫ് ക്യാരക്ടേഴ്സ്. ശരിയാണല്ലോ. ബട്ട് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു സം ഓർഗാനിസം. എല്ലാ ജന്തുവിനും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി എപ്പോഴും നല്ല ഗുണങ്ങൾ തന്നെ ഉണ്ടാകണമെന്നില്ല അല്ലേ? നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ വഴി തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണ്. നമ്മൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് 2 ജന്തുക്കളെ 2 ക്യാരക്ടർ നമ്മൾ കമ്പൈൻ ചെയ്യിക്കുമ്പോൾ 100 മുതൽ 1000 ക്രോസ് നടത്തിയാലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം വരും എന്നുള്ളതല്ലേ? അപ്പൊ നാച്ചുറൽ ആയിട്ട് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ജന്തുക്കളിൽ ഇഷ്ടമുള്ള സ്വഭാവങ്ങൾ തന്നെ കമ്പൈൻ ചെയ്യണം നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ ചിലർക്ക് ഗുണം ചെയ്തെന്നിരിക്കാം. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കോസ് ജനറ്റിക് റീകോമ്പിനേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ലീഡിങ് ടു വേരിയേഷൻ. ബട്ട് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ സം ഓർഗാനിസം. ആർക്കേ ഗുണമുള്ളൂ? ചില ജന്തുക്കളുടെ ഗുണമുള്ളൂ. എല്ലാവർക്കും ഗുണം ഉണ്ടാവില്ല. കാരണം സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഡിസൈഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും കമ്പൈൻ ചെയ്യാനുള്ള സാധ്യത വെറും റാൻഡമാണ്. റാൻഡമൈസ്ഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സ്വഭാവങ്ങൾ കമ്പൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ കമ്പൈൻ ചെയ്താൽ പോലും ചിലർക്ക് മാത്രം ഗുണവും ചിലർക്ക് ദോഷവും ഉണ്ടായി എന്ന് വരാം. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. നാടക നടിയുടെ ബെർണാഷയുടെ കല്യാണം അല്ലെ? തിരിഞ്ഞും വരാം എന്നാ പറയുന്നത്. സമ്മാർ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു. ബെർണാഷയുടെ ബുദ്ധി നാടകത്തിന്റെ സൗന്ദര്യവും കമ്പൈൻ ചെയ്ത് കുട്ടി ഉണ്ടാവണം. ചിലപ്പോൾ ഒരു 20-30 കുട്ടികൾ ജനിക്കേണ്ടി വരും. അപ്പൊ 30 കുട്ടികൾ ജനിക്കുന്ന ഒരു കുട്ടിക്കായിരിക്കും അവർ ഉദ്ദേശ സ്വഭാവം കമ്പൈൻ ചെയ്ത് വരുന്നത്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു ദോഷം. 2 വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ? ടു ഡു നോട്ട് കോസ് ന്യൂ ക്യാരക്ടേഴ്സ്. പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നില്ല, പുതിയ സ്വഭാവങ്ങൾ കമ്പൈൻ ചെയ്യാൻ സഹായിക്കുന്നു. കാരണം എന്താണ്? വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ അസെക്ഷൽ, ദർ ഇസ് നോ കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അല്ലേ? ഇനി 3 ഹൈബ്രിഡൈസേഷൻ കോസ് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഹൈബ്രിഡൈസേഷൻ വഴി പുതിയ സ്വഭാവം കമ്പൈൻ ചെയ്യാം അല്ലേ? വി കമ്പൈൻ ഡിസേബിൾ ക്യാരക്ടർ ബട്ട് വാട്ട് മേ ഹാവ് there may happen the combination of undesirable characters also. നമുക്ക് താല്പര്യമുള്ള സ്വഭാവം കമ്പൈൻ ചെയ്ത് വരാം. പക്ഷെ ഒപ്പം എന്തുകൂടെ കമ്പൈൻ ചെയ്ത് വരാം?
നമുക്ക് വേണ്ടാത്ത സ്വഭാവങ്ങൾ അതിന്റെ കൂടെ കയറി വരാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. സോ 3 ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ may combine new characters along with the undesirable characters. Artificial hybridization may combine desirable character along with the undesirable character. നമുക്ക് താല്പര്യമുള്ള ഗുണങ്ങൾക്കൊപ്പം തന്നെ താല്പര്യമില്ലാത്ത ഗുണങ്ങളും കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്ത് വരാം. ഇതൊരു ചാൻസ് അല്ല. ബട്ട് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ എന്തോ ചെയ്യുന്നുള്ളൂ, നമുക്ക് താല്പര്യമുള്ള ആ സ്വഭാവത്തിന് ജീൻ മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ അല്ലെ. അത് മാത്രമേ ആരിലേക്ക് കടത്തിവിടുന്നുള്ളൂ, പുതിയ ജീവിയിലേക്ക്. അതുകൊണ്ട് ആ പുതിയ ജീവി എന്ത് മാത്രമേ കാണിക്കത്തുള്ളൂ, നമ്മൾ ഏത് സ്വഭാവത്തിന് കാരണമായി ജീൻ കടത്തിവിട്ടോ ആ സ്വഭാവം മാത്രമേ കാണിക്കത്തുള്ളൂ പുതിയതായിട്ട്, വേറെ ഒരു മാറ്റം വരത്തില്ല. ശരിയല്ലേ? സോ ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് എ സെറ്റ് ഓഫ് ജീൻ ഹാവിംഗ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് താല്പര്യമുള്ള ജീനെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. സോ ദാറ്റ് ഓൺലി ദ ന്യൂ ക്യാരക്ടർ പ്രൊഡ്യൂസ് വിൽ ബി വാട്ട് വി എക്സ്പെക്ടഡ്. നമ്മൾ എന്ത് ജീനാണോ കടത്തിവിട്ടത് ആ സ്വഭാവം മാത്രമേ പുതിയ ജീവിയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തില്ല, വേണ്ടാത്ത സ്വഭാവങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മൾ കടത്തിവിട്ട ജീനുകൾ പ്രകടിക്കപ്പെടത്തില്ല എന്നുള്ള വിഷമം വേണ്ട. മാത്രവുമല്ല ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാവുകയും ചെയ്യും. സെക്ഷ്വൽ റീപ്രഷൻ വഴിയുള്ള ദോഷം എന്താണ്? ചിലർക്ക് മാത്രം ഗുണം. ഇവിടെ അങ്ങനെയാണോ? അല്ല. 100% റിസൾട്ട് ഉണ്ട്. ഇവിടെ സെക്ഷ്വൽ ജനറ്റിക് റീകോമ്പിനേഷൻ ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നതിന്റെ അതെല്ലാം എങ്ങനെയാണ്? കറക്റ്റ് ആയിട്ട് ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടായി കാണാൻ പുതിയ ജീൻ കടത്തിവിടുന്നുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനകത്ത് ഡിസൈറബിൾ ക്യാരക്ടർ എലോങ് വിത്ത് അൺഡിസൈറബിൾ ക്യാരക്ടർ മേ എക്സ്പ്രസ്. ഇവിടെ അങ്ങനെയുള്ളതുണ്ടോ? ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഏത് ജീൻ കടത്തിവിട്ടോ ആ ജീൻ മാത്രമേ പുതിയ ജീവിയിൽ എത്തുന്നുള്ളൂ. ആ ജീൻ എന്ത് സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു ആ സ്വഭാവം 100% പ്രകടിപ്പിക്കുകയും ചെയ്യും അല്ലെ. അപ്പോൾ വി ആർ എലിമിനേറ്റിംഗ് ദ അൺഡിസേബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അൺവാണ്ടഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ഹസാർഡ്സ് ബൈ ഓൾ ദീസ് മെത്തേഡ്സ്. ഇതുമൂലം ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജനറ്റിക്. മനസ്സിലായോ? പക്ഷേ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയണം. ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് only the gene for the desired character, since no other unwanted character will be introduced, and the new organism having the genetic change will produce only the desired character. No unwanted character will be produced. അതാണ് പ്രാധാന്യം. അപ്പം 2 മാർക്കാണെങ്കിൽ ഇങ്ങനെ, 3 മാർക്കാണെങ്കിൽ ഇതുകൂടെ ചേർത്ത് പറയണം. സെക്ടർ റീപ്രഷൻ ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാവുന്നുണ്ട്, ബട്ട് ബെനിഫിഷ്യൽ ഫോർ ഓർഗനിസം. There is no genetic recombination vegetative or sexual reproduction. In artificial hybridization, desired character along with the undesirable character may be expressed. But in genetic engineering, only the desired set of genes is introduced. Only the desired character will be expressed. No unwanted character will be produced. അല്ലേ? ഇതാണ് എന്റെ പോയിന്റ്. മനസ്സിലായല്ലോ? കൂടുതൽ പോയിന്റ് ഞാൻ വായിക്കാം. Sexual reproduction causes genetic recombination for variation for some. It is beneficial to some organisms. Vegetarian reproduction or asexual reproduction do not cause variation and it is only preserving genetic characters. അതുകൊണ്ട് ഓർക്കണം കേട്ടോ. ഈ 3 മെത്തേഡിനകത്ത് 4 മെത്തേഡ് ജനറ്റിക് ക്യാരക്ടർ പ്രിസർവ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? കാരണം ചുവന്ന ചെമ്പരത്തിയുടെ 100 തണ്ടുകൾ മുറിച്ച് നമ്മൾ 100 തൈ ഉണ്ടാക്കിയാൽ 100 ചുവപ്പ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ദീസ് ആർ ദ മെത്തേഡ്സ് വിത്ത് വിച്ച് ദ ക്യാരക്ടർ ഈസ് പ്രിസർവ്ഡ് ബൈ വിച്ച് റീപ്രൊഡക്ഷൻ വെജിറ്റേറിയൻ റിപ്രഷൻ. അത് ഒരു എൻട്രൻസ് പോയിന്റ് ആയിട്ട് ചോദിക്കാം. ഇവിടെ ക്യാരക്ടർ ഒന്നും മാറാതെ നോക്കുന്നത് വെജിറ്റേറിയൻ റിപ്രഷൻ അല്ലെങ്കിൽ അസെക്ട് റിപ്രഷൻ ആണ്. In artificial hybridization, multiplication of desired characters or genes along with the undesirable genes or character. But in genetic engineering, include creation of a recombinant DNA having isolated desired set of gene introduced into only the desirable gene into the organism and do not cause the production of undesirable characters. നമ്മൾ ഡിസൈഡ് സെറ്റ് ഓഫ് ജീൻ മാത്രമേ കടക്കുന്നുള്ളൂ. അത് ഡിസൈഡ് സെറ്റ് ഓഫ് ക്യാരക്ടർ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. നോ അൺവാണ്ടഡ് ക്യാരക്ടർ വിൽ ബി എക്സ്പ്രസ്ഡ്. ഓക്കെ, മിസാല് ഞാൻ പോയിന്റ് വളരെ പരത്തി പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന പോലെ ഒരു ചാപ്റ്റർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സമയം എടുത്ത് ഇരുത്തി പറയും. എല്ലാം വായിച്ചു. അടുത്തത് ഇനി നമ്മൾ നേരത്തെ വരച്ച ഒരു പടം, കഴിഞ്ഞ ദിവസം വരച്ച പടം ഞങ്ങൾ ജസ്റ്റ് ഓടിച്ച് വരയ്ക്കും. ഈ ജീൻ സെലക്ട് ചെയ്തു. ബാക്ടീരിയ പ്ലാസ്മിഡ്
പ്ലാസ്മിനെ പുറത്തേക്ക് എടുത്തു, പ്ലാസ്മിനെ മുറിച്ചു, ഈ ജീൻ കൊണ്ടുവന്ന് കളക്ട് ചെയ്തു. പിന്നെ RDNA എന്ന് വിളിക്കുന്നു, റീകോംബിനന്റ് DNA എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഹിമറിക് DNA എന്ന് വിളിക്കുന്നു, ഹെട്രോജീനസ് DNA, ഹെട്രോലോഗസ് DNA എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കും, പിന്നെ പഠിക്കാം. പിന്നെ പുതിയൊരു ബാക്ടീരിയ എടുത്തു, അതിന് പ്ലാസ്മിഡ് ഇല്ല. അപ്പോൾ ഇത് A എന്ന ബാക്ടീരിയ, ഇത് B എന്ന ബാക്ടീരിയ, ഇതൊക്കെ കടത്തി വിടുന്നു. ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നു. ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ DNA നേരിട്ട് കടത്തിവിട്ടാൽ സംഭവിക്കും. എന്താണ് ഇത് ഒട്ടിച്ചു വിട്ടത്? നേരിട്ട് ഇങ്ങനെ കടത്തിവിട്ടാൽ പോരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, എന്താണ് നേരിട്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തില്ല? സ്വന്തമായി റെപ്ലിക്കേഷൻ സഹായിക്കുന്ന ഒറിജിനൽ റെപ്ലിക്കേഷൻ ഇല്ല. ഒറിജിനൽ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രാഗ്മെന്റ് DNA ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോളൂ. എന്നാൽ ഇയാൾക്ക് എന്തുണ്ട്? ഓറി ഉണ്ട്, സ്വന്തമായിട്ട് ഓറി ഉള്ളതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അടുത്ത പോയി ഇതാണ് പറയുന്നത്, if it is a DNA without the ovary, if a DNA of interest is induced organism without original replication, it will not multiply. Or if you attach the gene of interest to a DNA having original replication, by using the original replication of the host DNA, it can multiply and produce multiple copies. ശരിയല്ലേ? ഞാൻ പറയാം, എന്താണ് ഈ DNA നേരിട്ട് കടത്തി വിട്ടാൽ മൾട്ടിപ്ലൈ ഇല്ല, കാരണം എന്തില്ല? ഓറി ഇല്ല. എന്നാൽ ഈ DNA നമ്മൾ ഓറിയുള്ള ഒരു ഹോസ്റ്റ് DNA ആയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ആ ഹോസ്റ്റ് DNA അകത്തുള്ള ഓറി ഉപയോഗിച്ച് ഈ DNA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത DNA കൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊള്ളും എന്ന ഒരു ശാസ്ത്രീയ തത്വമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, അല്ലേ? അപ്പൊ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, some genes alone cannot multiply in a cell. Some genes alone cannot multiply in a cell because it do not have original replication. നമ്മളൊരു ജീൻ എടുത്ത് മുറിച്ചിട്ടാൽ അതിനകത്ത് ഓറി കാണണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഒരു ജീൻ മാത്രം എടുത്ത് ഒരു സെല്ലാത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡു നോട്ട് ഹാവിംഗ് ഒറിജിനൽ റെപ്ലിക്കേഷൻ. എന്താണ് ഒറിജിനൽ റെപ്ലിക്കേഷൻ? ദിസ് എ ഫ്രാഗ്മെന്റ് ഓഫ് DNA റെസ്പോൺസിബിൾ ഫോർ ദ ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. DNA മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുടക്കമിടാൻ കാരണമായ ഒരു ഫ്രാഗ്മെന്റ് ഓഫ് DNA വിളിക്കാണ് ഒറിജിനൽ റെപ്ലിക്കേഷൻ. ഒരു ക്രോമസോമിനകത്ത് ഒരു ഓറിയെ കാണും. നിങ്ങൾക്ക് 41 ക്രോമസോം ഉണ്ട്, 43 ഓറിയേ ഉള്ളൂ. 46 ക്രോമസോം ഉണ്ട്, 46 ഓറിയേ ഉള്ളൂ. ഓരോ ക്രോമസോമിലും ഒരെണ്ണം. If it is introduced into a recipient genome, സ്വീകരിക്കുന്ന ഒരു ജീനോമിലേക്ക് നമ്മൾ ഈ DNA ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നതൊക്കെയുള്ളൂ. ഇറ്റ് മേ മൾട്ടിപ്ലൈ along and inherit along with the host DNA. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യും along with the host DNA. അതാണ് host DNA. host DNA-യോടൊപ്പം നമ്മൾ ഇൻഡ്യൂസ് DNA മൾട്ടിപ്ലൈ ചെയ്തുകൊള്ളും by using the DNA അല്ലെങ്കിൽ original replication of the host. Because the alien DNA becomes the part of the DNA of the recipient genome which can divide using original replication. നമുക്ക് എന്താ പറയുന്നത്, നമ്മളൊരു ഫോറിൻ ജീനോമിനെ ഒരു റെസിപ്പിയന്റ് ജീനോമായിട്ട് ഒട്ടിക്കുമ്പോൾ റെസിപ്പിയന്റ് ജീനോമത്ത് ഒറിജിനൽ റെപ്ലിക്കേഷൻ ഉള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്യുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്തുകൊള്ളും, അല്ലേ? അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്തുകൊള്ളും. അതാണ് പ്രത്യേകത. യൂസിംഗ് the original replication of the host DNA. ഞാൻ പറയുന്നു, ഈ DNA മാത്രം ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു ഞാൻ മൾട്ടിപ്ലൈ ചെയ്യില്ല, കാരണം അതിനകത്ത് ഒറിജിനൽ റെപ്ലിക്കേഷൻ ഇല്ല. എന്നാൽ നമ്മൾ റെസിപ്പിയന്റ് ജീനോമായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ റെസിപ്പിയന്റ് ജീനോമായിട്ട് ഒറിജിനൽ റെപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ആ റെസിപ്പിയന്റ് ജീനോം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത DNA അതിന്റെ ഒരു ഭാഗമായി ഇരിക്കുന്നത് കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയും തന്റെ സന്താനങ്ങൾ കൈമാറുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ വേറെ രസം പറയാം. വലിയ കുന്നിന്റെ മുകളിലേക്കുള്ള തടികൾ എങ്ങനെയാണ് താഴെ കൊണ്ടുവരുന്നത്? വലിയ വനത്തിന്റെ ഉള്ളിലുള്ള തടികൾ മുറിച്ച് എങ്ങനെയാണ് താഴെ കൊണ്ടുവരുന്നത്? ലോറിയൊന്നും പോവാത്ത കുന്നുകളുണ്ട്, അവിടെയുള്ള തടികൾ എങ്ങനെയാണ് താഴെ കൊണ്ടുവരുന്നത്? നിങ്ങള് നരൻ എന്ന സിനിമ കണ്ടു കാണുമെന്ന് തോന്നുന്നു, അല്ലേ? അതിനകത്തൊക്കെ ഇങ്ങനെ കാണിക്കും, എന്താണ് വലിയ കുന്നും പുറത്തോ അല്ലെങ്കിൽ വലിയ വനങ്ങളിലൊക്കെ ഉള്ള തടികൾ റോഡൊന്നും ഇല്ലാത്തടത്ത് നാട്ടിൽ കൊണ്ടുവരുന്നത് എല്ലാ വനങ്ങളുടെ നടുക്കൂടെ ഒരു നദിയും മറ്റൊഴുകുന്നുണ്ടായിരിക്കും. ആ നദികൾ എന്തൊഴുകൊണ്ടിരിക്കുകയാണ്? വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ്. ഈ തടിയെല്ലാം മുറിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, എന്ത് ചെയ്യും? അത് ഒഴുകി പോരും. ശരിയല്ലേ? ഇവിടെ അതാ സംഭവിക്കുന്നത്. എന്താണ്? ഈ DNA സ്വന്തമായി ഓറി ഉള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ഒരു തടസ്സമില്ല. എന്നാൽ നമ്മുടെ DNA അത് ഒട്ടിച്ചു കൊടുത്താൽ അതിന്റെ ഭാഗമായി തിരികെ മൾട്ടിപ്ലൈ ചെയ്യും. സിമ്പിൾ. അതാണ് പറഞ്ഞില്ലേ?
ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്ത DNA ഇങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ ഈ DNA ഇപ്പോ ഒരെണ്ണം ഒന്നേ ഉള്ളൂ. ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 2000 ബാക്ടീരിയ ആയെന്ന് വെച്ചോളൂ. ഓരോ ബാക്ടീരിയക്കകത്തും ഇതിന്റെ കോപ്പീസ് ഇല്ലേ അല്ലെ? അപ്പൊ എനിക്കിവിടെ എത്ര കിട്ടി? 2000 DNA കിട്ടി അല്ലെ? ഈ DNAയുടെ എക്സാക്ട് കോപ്പി ആയിരിക്കുമല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിന്റെ എക്സാക്ട് മൾട്ടിപ്പിൾ കോപ്പീസ് വിളിക്കുന്നത് എന്താണ്? ക്ലോൺ എന്നല്ലേ? സോ വി ക്യാൻ കാൾ ദിസ് മെത്തേഡ് ആസ് DNA ക്ലോണിംഗ് അല്ലേ? നമുക്ക് എന്ത് വിളിക്കാം? DNA ക്ലോണിംഗ് എന്ന് വിളിക്കാം. ശരിയല്ലേ? ശരിയല്ലേ? DNA ക്ലോണിംഗ് നിങ്ങളത് പറയാണ്. നിങ്ങൾക്ക് ഒരു കഷ്ണം DNA എന്നിട്ട് പറയാം ഇതിന്റെ ഒരു 1000 കോപ്പി ഉണ്ടാക്കി തരും. സിമ്പിൾ. നിങ്ങൾ അതിനെ ഒരു ബാക്ടീരിയയുടെ ക്ലാസ്സിൽ ഒട്ടിക്കുന്നു, അതിനൊരു ഹോസ്റ്റ് ബാക്ടീരിയ കടത്തി വിടുന്നു, ഈ ബാക്ടീരിയ 2000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. You will get 2000 copies. So we can produce 2000 copies അല്ലെങ്കിൽ so many copies of a DNA by using this technique. This is also called as DNA cloning. അടുത്തത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ മറ്റു പേരെന്താണ്? DNA cloning ആണ് അല്ലേ? നമ്മുടെ കയ്യിലുള്ള DNA മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ഉണ്ടായി 2000 DNAകൾ ഇതിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും. അതുകൊണ്ട് ഇതിന് നമ്മൾ ടെംപ്ലേറ്റ് DNA എന്ന് വേണമെങ്കിൽ വിളിക്കാം. ടെംപ്ലേറ്റ്. എന്താ ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ മൂശ എന്നാണ്. മൂശ ടെംപ്ലേറ്റ്. ഇതാണ് മൂശ. മീശ അല്ല, മൂശ. മൂശ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ കൊല്ലന്റെ ആലയിലൊക്കെ ഒരു വിഗ്രഹം ഉണ്ടാകുന്നെങ്കിൽ ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ചെയ്ത് മെഴുകുകൊണ്ട് ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാകും. മെഴുകിനെ കട്ടാക്കി വെച്ച് പക്ഷെ അത് കൊത്തി കറക്റ്റ് ഒരു മഹാത്മാഗാന്ധി രൂപം ഉണ്ടാകും. ഓക്കെ, സപ്പോസ് ഇത് ഒരു പ്രതിമയാണെന്ന് വെച്ചാൽ കണ്ണ് മൂക്കല്ല. ഇത് ഭംഗിയായിട്ട് മെഴുകൊണ്ട് ഉണ്ടാക്കിയ ശേഷം ഇത് ചെളി എല്ലാവരും അരച്ചങ്ങ് കൂടും. ചെളി അരച്ചങ്ങ് ഭംഗിയായിട്ടാണ് കൂടി ശേഷം ഭംഗിയായിട്ട് ഉണക്കിയെടുത്തിട്ട് ഇവിടെ ഒരു ദ്വാരം കാണും, ഇവിടെ ഒരു ദ്വാരം കാണും. ഓക്കെ, എന്നിട്ട് ഭംഗിയായിട്ട് ചൂടാക്കി അതിന് മെഴുകി ഒന്ന് നീക്കിക്കളയും. അപ്പൊ ഇതിനകത്തൊരു പൊള്ളായ സ്ഥലം ഉണ്ടാകും. ആ ഹോളായ സ്ഥലം എന്തിന് തുല്യമാണ്? ഈ പ്രതിമയ്ക്ക് തുല്യമാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ടെംപ്ലേറ്റ്, മൂശ. ഇനി ഇതിനകത്ത് നിങ്ങൾ ഈ ഒഴിക്കും, ഈയത്തിന്റെ പ്രതിമ കിട്ടും അല്ലേ? നിങ്ങളുടെ സ്കൂളില് സീലുണ്ടല്ലോ, സീല്, ഓഫീസ് സീൽ അല്ലേ? ഇത് വെച്ച് എത്ര അടിച്ചാലും ഒരേപോലെ പതിയെത്തുള്ളൂ. അപ്പൊ ഇതല്ല അതിന്റെ മൂശ ടെംപ്ലേറ്റ്. ഇത് അടിക്കുന്ന ഇതിന്റെ കോപ്പീസ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ? ആ അർത്ഥത്തിലാണ് മൂശ. അപ്പൊ ഇത് ടെംപ്ലേറ്റ് DNA ആണ്. അതിന്റെ എത്ര കോപ്പി കിട്ടി? 2000, 10,000, 1,00,000 കോപ്പി കിട്ടും അല്ലെ? സോ ദിസ് ഇസ് വളരെ DNA ക്ലോണിംഗ്. അപ്പൊ എന്താണ് DNA ക്ലോണിംഗ്? ഇഫ് കഥ ഇത്രയെങ്കിലും പറയണം. എന്താണ്? If you increase the DNA in your host cell, it will do not to multiply because it will not to have ovary. If you attach with the recipient genome, it will become the part of the recipient genome and it will multiply using the ovary of the host DNA and inherit into the next generation. Thus, we can produce multiple copies. By this method, since we are producing multiple copies of a DNA, this is called DNA cloning. The first DNA used for multiplication can be said as template DNA. ഒരു DNA ഒരു ഹോസ്റ്റ് സെല്ലിൽ കടത്തിവിട്ടാൽ അത് സ്വയം മൾട്ടിപ്ലൈ ചെയ്യില്ല. കാരണം അതിനെന്തില്ല? ഒറിജിനൽ റെപ്ലിക്കേഷൻ ഇല്ല. എന്നാൽ ആ DNA ഒരു സ്വീകരിക്കുന്ന DNAയുടെ അല്ലെ റെസിപ്പിയന്റ് ജീനോമിന്റെ അകത്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റെസിപ്പിയന്റ് ജീനോമിന്റെ ഭാഗമായി തീരുകയും റെസിപ്പിയന്റ് ജീനോമിന്റെ ഓറി ഉപയോഗിച്ച് ആ DNA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത DNA കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയും അടുത്ത തലമുറ കൈമാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു DNA മൾട്ടിപ്പിൾ കോപ്പീസ് ഇങ്ങനെ ഉണ്ടാക്കാം. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് DNA ക്ലോണിംഗ് എന്നും നമ്മൾ ആദ്യം കൊടുത്ത DNA ടെംപ്ലേറ്റ് DNA എന്നും വിളിക്കാം. ഇവിടെ നമ്മൾ പുതിയ എത്ര കാര്യങ്ങൾ പഠിച്ചു? ടെംപ്ലേറ്റ് DNA എന്താണെന്ന് പഠിച്ചു, റെസിപ്പിയന്റ് ജീനോം എന്താണെന്ന് പഠിച്ചു, ഒറിജിനൽ റെപ്ലിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, DNA റെപ്ലിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ക്ലോണിംഗ് എന്താണെന്ന് പഠിച്ചു അല്ലെ? എല്ലാം കൊച്ചു കാര്യങ്ങളാണ്. ബേസിക്കലി എല്ലാം ഒരു കഥ പോലെ പഠിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാം കണക്റ്റഡ് ആണ്, ഒന്നുപോലും വിട്ടുപോകരുത്. അപ്പൊ ഇതാണ് എന്റെ കാര്യം. ഇപ്പൊ DNA ക്ലോണിംഗ് എന്താന്ന് പഠിച്ചു, എന്താ ടെംപ്ലേറ്റ് DNA എന്ന് പഠിച്ചു, ഒറിജിനൽ റെപ്ലിക്കേഷൻ എന്താന്ന് പഠിച്ചു, പോസ്റ്റ് DNA എന്താന്ന് പഠിച്ചു, സാധാ DNA ചുമ്മാ ഇട്ടുകൊടുത്ത് സംഭവിക്കത്തില്ല എന്ന് പഠിച്ചു, എന്ത് നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഇത് ചരിത്രത്തിലേക്ക് പോകാം. സോ
study the history of genetic engineering. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. അതുമായി ബന്ധപ്പെട്ട് DNA ക്ലോണിംഗ് എന്താന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രമേശ് എഴുതി വെക്കാം, പുസ്തകത്തിൽ രമേശ് ഉണ്ട്, അതെല്ലാം എഴുതി വെക്കാം. ഞാൻ എൻസൈമിനെ കുറിച്ച് നേരത്തെ പറയാം, ഓർമ്മയുണ്ടോ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് 1963 കണ്ടുപിടിച്ചത്. അതായത് 63 ഹെർബർട്ട് ബോയർ എന്നൊരു സയന്റിസ്റ്റാണ്. ഹെർബർട്ട് ബോയർ അദ്ദേഹത്തെ കുറിച്ച് ഈ പുസ്തകത്തിന്റെ ആദ്യ ഒരു ചാപ്റ്റർ കൊടുത്തത് കനിത്തൊഴിലാളിയുടെ മകനായിരുന്നു ജർമ്മനിയിലെ. അദ്ദേഹത്തിന് പിന്നീട് പഠിത്തം പൂർത്തിയായപ്പോഴത്തെ അച്ഛനടുത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് പഠിക്കാൻ പോകണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ നീ പഠിക്കാൻ പോകണ്ട, എന്റെ കൂടെ വന്ന് കനിയിൽ എന്നെ സഹായിക്കും. സാധാരണ അങ്ങനെയല്ലേ ചെയ്യുന്നു അല്ലേ? അച്ഛന്മാരെ മക്കൾ വലുതായി കഴിഞ്ഞാൽ അച്ഛന്റെ ജോലിയെ സഹായിക്കും അല്ലെ? അങ്ങനെ ചെയ്തു. അപ്പം ആര് പറഞ്ഞല്ല എനിക്ക് പഠിക്കാൻ പോകണം, നിർബന്ധം പഠിച്ചു. കാരണം അയാളെ പഠിക്കാൻ പറ്റും. അയാൾ പഠിച്ചു വലിയ സയന്റിസ്റ്റ് ആയിരുന്നു ഹെർബർട്ട് ബോയർ. ഇദ്ദേഹത്തിന് 1963 അയാൾ എൻസൈം കണ്ടുപിടിച്ചു. ഈ എൻസൈം പ്രധാന പറയുന്നല്ലോ, if you apply this enzyme into a DNA restriction endonuclease enzyme കണ്ടുപിടിച്ച DNA can be cut, മുറിക്കാൻ കഴിയും. അപ്പൊ കൊള്ളാലോ, അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ മറ്റുള്ള അറിയുന്നത് എങ്ങനെ. അപ്പൊ നിങ്ങൾ തന്നെ കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? നിങ്ങൾ അറിയിക്കാൻ പത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, TV ഉണ്ട്, റേഡിയോ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. 1963 പത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് കണ്ടുപിടുത്തം നടക്കുന്നത്. പക്ഷേ ഇപ്പം DNA കുറിച്ചു ഞാൻ ചെന്ന് പറയുകയാണ്, ഞാനൊരു എൻസൈം കണ്ടുപിടിച്ചു, ആ DNA മുറിക്കും എന്ന് പറയാൻ പത്രക്കാർ ഒരാൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഇത് ചുമ്മാ ശാസ്ത്ര തത്വങ്ങളാണ്. ചുമ്മാ ഇങ്ങനെ ഈ പിന്നെ ജ്യോത്സ്യന്മാർ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാനേ പറ്റില്ല അല്ലേ? ഈ മഴ പെയ്യത്തില്ലാന്ന് പറഞ്ഞ കാലത്ത് ഭയങ്കര മഴയും 6000 പേരെ മരിക്കത്തോളം എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ വെച്ച കഥയൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് സയൻസ് കോൺഗ്രസിലുണ്ട്, അവിടെ പ്രസന്റ് ചെയ്യണം. വർഷത്തില് എല്ലാ വർഷത്തിലും ശാസ്ത്ര കോൺഗ്രസുകളുണ്ടാവും. അത് രാജ്യത്തിന്റെ പേരിലും സംസ്ഥാനത്തിന്റെ പേരിലും ഉണ്ടാവും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേ വർഷം ഈ കാലഘട്ടത്ത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആൾ ഇന്ത്യ സയൻസ് കോൺഗ്രസ്. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ കണ്ടുപിടുത്തം പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നാട്ടുകളുടെ മുമ്പിലൊന്നുമല്ല, സയന്റിസ്റ്റുകളുടെ മുമ്പിലാണ് പ്രസന്റ് ചെയ്യുന്നത്. എന്നിട്ട് പ്രൂഫ് ചെയ്ത് കാണിക്കണം, ഇങ്ങനെയാണ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പൊ 1963 ഇദ്ദേഹം ഒരു എൻസൈം കണ്ടുപിടിച്ചിട്ട് ഇദ്ദേഹം റോയൽ സൊസൈറ്റിയിലൊക്കെ ചെന്ന് അവിടെ ലണ്ടനിലെ റോയൽ ബൊട്ടാണിക്കൽ സൊസൈറ്റി റോയൽ സയൻസ് കോൺഗ്രസ് ഉണ്ട്, അവിടെ ചെന്ന് പ്രസന്റ് ചെയ്തപ്പോൾ അവിടെ മറ്റു സയന്റിസ്റ്റ് വന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ എൻസൈം എന്താണ്? he discovered an enzyme which can cut DNA. Simple. There are സ്റ്റാൻലി കോഹൻ ഉണ്ടായിരുന്നു. സ്റ്റാൻലി കോഹൻ അദ്ദേഹം എന്ന് പറഞ്ഞു, ഞാനൊരു കണ്ടുപിടുത്തം നടത്തി. എന്താണ് ഞാൻ കണ്ടുപിടിച്ചത്? ഒരു DNA-യിൽ നിന്നും ഒരു ബാക്ടീരിയയിൽ നിന്നും അതിന്റെ പ്ലാസ്മിഡിനെ പുറത്തെടുക്കാം എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇതെന്തോരെ വലിയ ആനകാര്യമാണ്. ഒരു പട്ടിയെ കൊന്ന് ഹൃദയം ഞാൻ പുറത്തെടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അതേ ഹൃദയം മറ്റൊരു പട്ടിക്കുള്ളിലേക്ക് വച്ച് പിടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ? അദ്ദേഹം പറഞ്ഞതാണ്, ഐ ക്യാൻ ടേക്ക് എ പ്ലാസ്മിഡ് ഔട്ട് ആൻഡ് ആൾസോ ഇൻട്രൊഡ്യൂസ് ഇൻടു അനദർ ബാക്ടീരിയ. അതാണ് അത് വലിയ കാര്യം. ഒരു പ്ലാസ്മിഡിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല. ബാക്ടീരിയയുടെ സെൽവാള അലിയിച്ച് കളഞ്ഞാൽ പ്ലാസ്മിഡിനെ പുറത്തെടുക്കാം. നിങ്ങളും ചെയ്യുന്നുണ്ട് ആ പ്രക്രിയ. നിങ്ങളുടെ കണ്ണിൽ എൻസൈം ഉണ്ടായിട്ട് എന്തോ ലൈസോസൈം എന്തോ ജോലി ബാക്ടീരിയ നശിപ്പിക്കുകയല്ലേ? എങ്ങനെ ബാക്ടീരിയ നശിപ്പിക്കുന്നത്? ബാക്കിയുള്ള സെൽവാളം അലിയിച്ചുകളയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണിൽ ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുനീരിലുള്ള ലൈസോസോമ എൻസൈം വന്ന് ബാക്കിയുള്ള സെൽവാളം അലിയിച്ച് കളയും. അതോടെ ബാക്ടീരിയ നശിച്ചു. ഇതെങ്കിലും ചെയ്യുന്നുണ്ടായില്ല. പക്ഷേ അദ്ദേഹം ചെയ്താണ് ബാക്ടീരിയ കാണാക്കത്തില്ല. പക്ഷേ ബാക്ടീരിയ കണ്ടുകൊണ്ട് പ്ലാസ്മിനെ പുറത്തെടുത്ത് തിരിച്ച് മറ്റു ബാക്ടീരിയ ഇട്ട് കൊടുത്തു എന്ന് മനസ്സിലാക്കി അല്ലേ? അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്ന് പ്രസന്റ് ചെയ്തു. അപ്പൊ രണ്ടുപേരും കൂടെ ഈ കാര്യം മനസ്സിലാക്കി, ഹെർബർട്ട് ബോയറും സ്റ്റാൻലി കോഹൻ. അപ്പൊ അവരോടൊരു കാര്യം വെച്ചിട്ട്, നിന്റെ കയ്യിലൊരു മെത്തേഡ് ഉണ്ട് DNA മുറിക്കാൻ. എന്റെ കയ്യിലൊരു മെത്തേഡ് പ്ലാസ്മിഡ് എടുത്ത് പുറത്ത് വെച്ചിട്ട് തിരിച്ച് കയറി കടത്തിവിടും. അതുകൊള്ളാം. എന്നാൽ നമുക്ക് രണ്ടുപേരും ഒരു കാര്യം ചെയ്താലും എന്ത് ചെയ്താലോ ഒരു കണ്ടുപിടുത്തം നടത്താം. എന്ത് കണ്ടുപിടുത്തം? നീ കണ്ടുപിടിച്ച മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ച മെത്തേഡ് ചേർത്ത് നമുക്കൊരു
ചെയ്തുകൂടെ? ഇപ്പം ഒരു ബസ്സിൽ ഈ ഒരു സ്ത്രീയും പുരുഷനും ഒരു ബസ്സിൽ നിന്ന് സഞ്ചരിക്കാൻ രണ്ട് പരിചയമില്ലാത്തവരാണ്. ഒരു പരസ്പരം സംസാരിച്ച് പരിചയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ്, പുരുഷൻ പറയാണ്, ഞാൻ പിന്നെ ഇന്ന ആളാണ്, പിന്നെ കല്യാണം കഴിച്ചാണ്, ഭാര്യ മരിച്ചുപോയി, ജീവിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സ്ത്രീ പറയും, ഞാൻ ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ആളാണ്, ഞാനും കല്യാണം കഴിച്ചാണ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറയും. പെട്ടെന്ന് അവിടെ തലയിൽ ലഡു പൊട്ടും. എന്തായിരിക്കും ലഡു? ഇങ്ങനെ ഭാര്യയല്ല, അവർക്ക് ഭർത്താവില്ല, എന്നാൽ പിന്നെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റി ആലോചിച്ചുകൂടെ എന്നൊരു ചിന്ത വരത്തില്ലേ? അതുപോലെ തന്നെയാണ് ഇവർ കണ്ടുപിടുത്തങ്ങൾ ഏകദേശം സാമ്യമുള്ളവർ രണ്ടുകൂടെ വിചാരിച്ചു, എന്നാ പിന്നെ കൊള്ളാലോ, നമുക്ക് രണ്ടും ചേർത്തുകൊണ്ടൊരു റിസർച്ച് അങ്ങ് ചെയ്യാം. അങ്ങനെ 1972 ഇപ്പോഴല്ല, 1972 രണ്ടുപേരുടെ ചേർന്നിട്ട് ആരൊക്കെയാണ്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് കോഹനും ചേർന്നുകൂടെ ഒരു പരീക്ഷണം നടത്തി. അതാണ് നമ്മുടെ ചരിത്രം. ഓക്കെ, ദിസ് ദ ഹിസ്റ്ററി ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആദ്യത്തെ നടത്ത പരീക്ഷണം. അപ്പൊ അതിന് മുമ്പേ തന്നെ എഡിസൺ കണ്ടുപിടിക്കുകയും ചെയ്തെങ്കിലും രണ്ടുകൂടെ ചേർന്ന് വേണ്ടി പരീക്ഷണം നടത്തിയത് 1972. എന്താണ് ആ പരീക്ഷണം നോക്കാം. സാൽമണല്ല ടൈഫിമ്യൂരിയ എന്നൊരു ബാക്ടീരിയ ഉണ്ട്. എലികൾക്കൊക്കെ ടൈഫോയിഡ് ഉണ്ടാക്കുന്ന, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് സാൽമണല്ല ടൈഫിമ്യൂരിയ. ഓക്കെ, ഈ ബാക്ടീരിയക്ക് ഒരു പ്രത്യേകത, ഇറ്റ് ഹാസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അതെന്തുണ്ട്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ജീൻ ഇരിക്കുന്നത് എവിടെയായിരിക്കും? പ്ലാസ്മിഡിലായിരിക്കും ഞാൻ പറയുന്നത്. സാൽമണല്ല ടൈഫിമ്യൂരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. എന്താ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പറഞ്ഞാൽ? അത് പറയാം, നിങ്ങളിപ്പോ കൈ മുറിഞ്ഞു, ഡോക്ടർ ചെന്ന് കാണുന്നു, ഡോക്ടർ പറയാണ്, ഇത് ബാക്ടീരിയ ഡോക്ടർ കൈ മുറിഞ്ഞ് പഴുക്കുമ്പോൾ നമുക്കറിയാം എന്താ കാര്യം, ബാക്ടീരിയ പ്രവേശിച്ചിട്ടുണ്ട്, അല്ലെ, ഇൻഫെക്ഷനാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇത് നമുക്ക് ആന്റിബയോട്ടിക് തേക്കാം. അപ്പോൾ ഒരു ആന്റിബയോട്ടിക് തേക്കാം, പെൻസിലിൻ തേക്കാൻ പറയുന്നു. പക്ഷെ 2 ആഴ്ച നിങ്ങൾ പറയാണ്, ഡോക്ടർ മരുന്ന് പെൻസിലിൻ തേച്ചിട്ടും മുറിവ് പഴുക്കുന്നത് മാറുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങളുടെ മുറിവിന് കാരണമായ ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ്, പെൻസിലിൻ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഡോക്ടർ കൾച്ചർ ചെയ്യാൻ പറയും. ആ മുറിവിലെ അല്പം പസ് എടുത്തുകൊണ്ട് ലാബിൽ പരിശോധിച്ച് ഏത് തരം ബാക്ടീരിയ ആണുള്ളതെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ കൊല്ലാനുള്ള പ്രത്യേക ബാക്ടീരിയ ആന്റിബയോട്ടിക്സ് കൊടുക്കും. എല്ലാ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും ബാക്ടീരിയകൾക്കും എല്ലാ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കഴിയണമെന്നില്ല. അപ്പൊ എന്തായാലും മനസ്സിലാക്കും. അപ്പോ ദിസ് ബാക്ടീരിയ ഹാസ് എ ജീൻ ദാറ്റ് ഈസ് റെസിസ്റ്റന്റ് ഫോർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതൊരു അറിയുമോ? ഈ ഹെർബർട്ട് ബോയർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആന്റിബയോട്ടിക് ജീനെ മുറിച്ചെടുക്കുക. ഈ കട്ട് ഔട്ട് ദ ജീൻ, ആന്റിബയോട്ടിക് ജീൻ മുറിച്ചെടുത്തു. അത് ഈസി ആണല്ലോ. എന്ത് ചെയ്തു? അയാളെ പോട്ട് വേറെ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം അല്ലേ? അപ്പോ ആന്റിബയോട്ടിക്സിനെ മുറിച്ചെടുത്തു. സ്റ്റാൻലി കോഹൻ എന്താ അറിയാമോ? ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിനെ പുറത്തെടുക്കും. പ്ലാസ്മ, എന്നിട്ട് ആ പ്ലാസ്മിനകത്ത് ഒരു ഭാഗം മുറിച്ചു കളയും. മുറിക്കാൻ വേണ്ടി എൻസൈം ഏതാണ്? ഇവിടെ ഉപയോഗിച്ച അതേ എൻസൈം തന്നെ ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് കട്ടുമുറിച്ച ശേഷം ഇതവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു. എന്നിട്ട് അതിനെ മറ്റൊരു ബാക്ടീരിയ കളഞ്ഞു. അവരുടെ പേര് എസ്കെരീച്ചിയ കോളൈ എന്നാണ്. ഈ കോളൈ ബാക്ടീരിയ എന്ന് പറയും. എസ്കെരീച്ചിയ കോളൈ ഭൂമിയിൽ ഏറ്റവും ഉള്ള ബാക്ടീരിയകൾ ഒരെണ്ണമാണ് എസ്കെരീച്ചിയ കോളൈ. ഈ കോളൈ ബാക്ടീരിയ ഒന്നിനും തന്നെ എന്തില്ല? പ്ലാസ്മിഡ് ഇല്ല. പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയ. പ്ലാസ്മിഡ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഒന്നിനും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ പ്ലാസ്മിഡ് ഉള്ള ഒരു ബാക്ടീരിയ എടുത്തു, ഇല്ലെങ്കിൽ പ്ലാസ്മിഡ് ഇല്ലാത്ത ഒരു ബാക്ടീരിയ ഈ എസ്കെരീച്ചിയ കോളൈ എടുത്തത് അതിലേക്ക് എന്തിനെ കടത്തി വിട്ടു? ഇതിനെ കടത്തി വിട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? സ്റ്റാൻലി ചെയ്തു. ഹെർബർട്ട് ബോയർ സ്റ്റാൻലി രണ്ടും ചേർത്ത് ചെയ്താൽ പഠിച്ചാൽ മതി.
They have isolated antibiotic gene from Salmonella typhimurium and cut out with an enzyme called restriction endonuclease enzyme and attach with a plasmid of a bacteria using an enzyme called ligase. ഒട്ടിക്കുന്ന enzyme ഏതാണ്? ligase. ഒട്ടിച്ച enzyme ആണ് ligase. And this is plasmid. And induce it into a Escherichia coli bacteria and made this bacteria antibiotic resistant. ഒരു ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കി മാറ്റി. അപ്പൊ ഞാൻ ചെയ്തത് അതൊന്നുകൂടെ പറയാം, അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറിക്കോണം. അത് എഴുതുന്നുണ്ട് ഹെർബർട്ട് ബോറിസ് സ്റ്റാൻലി കോറിനോട് ചേർന്ന് ചെയ്ത കഥയാണ്. നിങ്ങൾ ആര് ചെയ്തെന്ന് പിന്നീട് പഠിക്കുന്നുണ്ടോ? They have isolated an antibiotic resistant gene from Salmonella typhimurium and cut out using an enzyme restriction endonuclease. അല്ലെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തു. അപ്പൊ എൻസൈം കട്ട് ചെയ്ത എൻസൈം DNA കട്ട് ചെയ്ത എൻസൈം എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് കട്ട് ഔട്ട് ചെയ്തു. ഞാൻ സ്പെല്ലിംഗ് എല്ലാം എഴുതി കാണിക്കുന്നു. എന്നിട്ട് ഇറ്റ് ഈസ് അറ്റാച്ച് വിത്ത് എ പ്ലാസ്മിഡ് ഓഫ് എ നോർമൽ ബാക്ടീരിയ. ഒരു സാധാ ബാക്ടീരിയ എടുത്ത് അതിന് പ്ലാസ്മിഡിനകത്ത് ആന്റിബയോട്ടിക്സ് ഒന്നുമില്ല. ആ പ്ലാസ്മിഡ് എടുത്ത് അതിൽ നിന്നും അതിനകത്ത് എന്ത് ചെയ്തു? ഒരു കട്ടുണ്ടാക്കി. അവിടെ ഉപയോഗിച്ച എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് തന്നെ. എന്നിട്ട് അറ്റാച്ച് ചെയ്ത ഫോറിൻ DNA വിത്ത് ജീനോ അറ്റാച്ച് ഒട്ടിച്ച എൻസൈം ഏതാണ്? ligase. And introduced into a bacteria, Escherichia coli bacteria, and made it antibiotic resistant. അത് എന്താക്കി മാറ്റി? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കി മാറ്റി. ശരിയല്ലേ? ഓക്കെ, ശരി. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA മുറിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം? ഇസ് കാൾഡ് മോളിക്കുലാർ സിസർ അല്ലെങ്കിൽ ജനറ്റിക് സിസർ. സിസർ എന്ന് വെച്ചാൽ എന്താ? കത്രിക. മോളിക്കുലാർ സിസർ അല്ലെങ്കിൽ ജനറ്റിക് സിസർ, കട്ട് ചെയ്യാൻ അല്ലേ. ഇനി മോളിക്കുലർ അർത്ഥത്തിൽ എന്ത് പേര് കൊടുത്താലും മോളിക്കുലർ ബ്ലേഡ് എന്നോ മോളിക്കുലർ നൈഫ് എന്നോ അങ്ങനെ വിളിക്കാം. ജനറ്റിക് നൈഫ്, സിസർ അല്ലെങ്കിൽ നൈഫ്. മോളിക്കുലർ ജനറ്റിക് നൈഫ്, മോളിക്കുലർ നൈഫ്, ജനറ്റിക് സിസർ, മോളിക്കുലർ സിസർ, മോളിക്കുലർ കോടാലി, ആക്സ്, അങ്ങനെ മുറിക്കുന്ന പറഞ്ഞാൽ എന്ത് വേണം വിളിക്കും. അങ്ങനെയാണ് ഒട്ടിക്കുന്ന ഈ ലിഗേസ് എന്ന് വിളിക്കാം. ഡിസാൾഡ് ജനറ്റിക് ഗ്ലൂ. ഗ്ലൂ എന്ന് വെച്ചാൽ എന്തോ? പശ. അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ, പശ. ജനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ. തുന്നിച്ചേർക്കുന്ന അർത്ഥത്തിനെ ജനറ്റിക് സ്വീച്ചർ എന്ന് വിളിക്കാറുണ്ട്. പുസ്തകത്തിലില്ല, ഞാൻ പറയുകയാണ്. ജനറ്റിക് സ്വീച്ചർ. സ്വീച്ചർ എന്ന് വെച്ചാൽ തുന്നിച്ചേർക്കുക. സ്വീയിങ് മെഷീൻ, തുന്നുന്ന മെഷീൻ. സ്വീച്ചറിനെ തുന്നിച്ചേർക്കുന്ന മെഷീൻ, അങ്ങനെ വിളിക്കാം. ആൻഡ് ഈ ഫോർ ജീനോം ഈ ബാക്ടീരിയ ആയിക്കൊണ്ടത് ഈ പ്ലാസ്മിഡല്ലേ, ഈ അതുകൊണ്ട് ഈ പ്ലാസ്മിഡ് വെക്ടർ. പ്ലാസ്മിഡ് ഈസ് ആക്ടിങ് ഹിയർ ആസ് എ വെക്ടർ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ ചെയ്തത് ഞാൻ ഇത്രയും പറഞ്ഞു ചുരുക്കി പറയാം. അതായത് പറഞ്ഞ പോയിന്റുകൾ എടുത്തിട്ട് പറയാം. ശ്രദ്ധിച്ചു. In 1972 വർഷം പഠിച്ചോണം. Herbert Bohr and Stanley Cohen has isolated antibiotic gene from a bacteria called Salmonella typhimurium. It's a bacteria that can cause pneumonia to mice. എലികൾക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് Salmonella typhimurium. And this DNA is cut out from the plasmid using an enzyme called restriction endonuclease enzyme. Hence it is used for cutting the DNA. It is called molecular scissor അല്ലെങ്കിൽ genetic scissor അല്ലെങ്കിൽ genetic knife. പരീക്ഷയിൽ ചോദിക്കുന്നതാണ് എന്താണ് molecular scissor. It is attached with a plasmid of a bacteria. The attaching is done with an enzyme called ligase. Hence this is used for attaching a DNA. It is called genetic glue or molecular glue അല്ലെങ്കിൽ genetic switcher. ഇനി genetic paste എന്നൊക്കെ ഉപയോഗിക്കും കേട്ടോ. paste ഒട്ടിക്കുന്ന പശയാണ്. And it is introduced into E. coli bacteria and made the E. coli bacteria antibiotic resistant. Okay. അപ്പോൾ പുതിയതായിട്ട് പഠിച്ച വാക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ മറ്റു രണ്ട് പേരുകൾ, ലിഗേസിന്റെ രണ്ട് പേരുകൾ. And this foreign genome is introduced into a host organism by using a plasmid. So this plasmid is called a vector as mosquito in the transmission of malaria. എന്താണ് ഈ വെക്ടർ? ഇപ്പം എനിക്ക് മലേറിയ ഉണ്ട്, വേറൊരാൾക്ക് മലേറിയ ഇല്ലെങ്കിൽ ഒരു കൊതു എന്നെ കടിച്ചാൽ എന്നിലെ മലേറിയയുടെ പരാതത്തെ പ്ലാസ്മോഡ് ചെയ്ത് അയാൾ കൊണ്ടുകൊടുക്കുന്ന കൊതുകല്ലേ, കൊതുകാണ് ഒരു വെക്ടർ. അതുപോലെ ഇയാളാണ് ഈ ജീനെ ഇയാൾ കൊണ്ടുകൊടുത്തത്, ഇയാൾ വഴിയല്ലേ അല്ലേ. ഇയാൾ വന്നുള്ളത് പ്രശ്നമാക്കണ്ട, കാരണം പ്ലാസ്മിഡ് ചില ഈക്വളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്ലാസ്മിഡ് വെളിയിൽ നിന്നിട്ട് വലിയ കാര്യം ഒന്നുമില്ല, ഉള്ളത് തന്നെ. ഒരാൾക്ക് ഒരു കിഡ്നി ഉണ്ട്, ഒരു കിഡ്നി വെച്ച് കൊടുത്താൽ ഒന്നുമില്ല, കാരണം 3 കിഡ്നി ഉണ്ടെന്നേ ഉള്ളൂ.
2 കിഡ്നിയുള്ള കിഡ്നി വെച്ചിരുന്നത് കുഴപ്പമില്ല. 2 കിഡ്നിയുള്ള ആൾക്ക് പിന്നീട് ശരീരത്തിനുള്ളിലേക്ക് ഒരു പാമ്പ് കുഞ്ഞിനെ വെക്കുക ഒരു പ്രശ്നമാണ് അല്ലേ? ഒരു അന്യവസ്തുവാണ്. അതുപോലെ അത് സ്വാഭാവികമാണ്. പ്ലാസ്മോഡ് ഈ ബാക്ടീരിയ വേറെ കണ്ടെന്നിരിക്കാം. ഈ കൊളയ്ക്ക് പ്ലാസ്മോഡുള്ള ബാക്ടീരിയ. പക്ഷെ ഫോറിൻ ജീനോം കിട്ടി, തന്റെ അല്ലാത്ത ആന്റിബയോട്ടിക്സും ജീൻ അല്ലേ? അതൊരിക്കലും ഈ കൊളയ്ക്ക് ഒരിക്കലും ആന്റിബയോട്ടിക്സ് ഇല്ല. ഇപ്പൊ ഈ ബാക്ടീരിയലായി ആന്റിബയോട്ടിക്സ്. എന്ന് മാത്രമല്ല ഇതിന്റെ കുഞ്ഞുങ്ങളുടെ കൈമാറുമോ? കൈമാറും. ദിസ് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് ഇറ്റ് പ്രോജനി. കണ്ടോ? എന്റെ പ്രോജനിക്ക് കൈമാറും നിർമ്മിക്കൊണ്ടിരിക്കും. അതിനെ കണ്ടാലും മനസ്സിലാവും. ഇതാണ് 1970 നടന്ന കഥ അല്ലെ? പുതിയ എന്തൊക്കെ പഠിച്ചു നമ്മള്? ഫസ്റ്റ് ന്യൂക്ലിയസ് എൻസൈം, ലിഗേസ് എൻസൈം, വെക്ടർ. ഇത് 3 പരീക്ഷയ്ക്ക് പോയി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഒരു ആന്റിബയോട്ടിക്സ് ബാക്ടീരിയ ആയിരുന്നു. ഇത് മുറിച്ചെടുത്തു വേറെ ബാക്ടീരിയ അത് പ്ലാസ്മോഡ് ഉപയോഗിച്ച് ഒട്ടിച്ചു വേറെ ബാക്ടീരിയ കടത്തിയിട്ടു. അതിനെ ആന്റിബയോട്ടിക്സ്. അപ്പൊ ഇതും ആന്റിബയോട്ടിക്സ് ജീനാണ്, ബാക്ടീരിയ ആണ്. ഇതും ആന്റിബയോട്ടിക്സ് ബാക്ടീരിയ. പിന്നെ എന്തിനാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചൂടെ? എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്തത്? ഒരാൾ പറയണം, ഒരു പട്ടിയെ കൊന്നു, അതിന്റെ ഹൃദയം എടുത്തു വേറൊരു പട്ടിക്ക് വെച്ചു കൊടുത്തു. ആദ്യത്തെ പട്ടി ചത്തുപോയി ഉറപ്പാ. ആദ്യത്തെ പട്ടി ഈ ബാക്ടീരിയ ചത്തുവും ഈ ബാക്ടീരിയ നശിച്ചു ഉറപ്പാ. ഈ ബാക്ടീരിയ നമുക്ക് കിട്ടി. ഇതൊന്നും സെയിമായ സ്ഥിതിക്ക് എന്തിനാണ് ഇത്ര സാഹസപ്പെട്ട് ചെയ്തത്? അപ്പൊ ഒരു പട്ടിയെ കൊന്നാലും ഹൃദയം എടുത്ത് വേറൊരു പട്ടിക്കകത്ത് വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ പട്ടിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാ കാര്യം? ആദ്യത്തെ പട്ടിയെ നിന്നാ പോലെ. പക്ഷെ അതല്ല, ഒരു കാര്യം മനസ്സിലാക്കണം. ദിസ് ഈസ് പോസിബിൾ. അതാണ് ഒരു പട്ടിയെ കൊന്ന് ഹൃദയം എടുത്തിട്ട് മറ്റൊരു പട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് അതിനെ നിലനിർത്താമെന്ന് ഉള്ളത് കണ്ടുപിടുത്തമാണെങ്കിൽ ഹൃദയം തകരാറായ ഒരു പട്ടിയെ ചികിത്സിക്കാം. ഇത് മനസ്സിലാകാമല്ലോ. ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. ക്രിസ്ത്യൻ ബെർണാർഡ് സയന്റിസ്റ്റ് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തില്ലേ? ഹൃദയം തകരാറായാൾക്ക് കുഴപ്പമില്ലാതെ ഹൃദയം കിട്ടിക്കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരാൾക്ക് ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ല അത് വെച്ചൂടെ? ചെയ്യുന്നില്ലേ? ഇപ്പോഴും ഹെലികോപ്റ്റർ കൊണ്ടുപോകുന്ന പദ്ധതി വായിക്കുന്നില്ലേ? അതാ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതൊരു കാര്യം മനസ്സിലായി. വി ക്യാൻ ഇൻഡ്യൂസ് എ DNA into a host organism and make changes in the host organism. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ പരീക്ഷണമാണിത്. ഇതാണ് കണ്ടുപിടുത്തം. മനസ്സിലായി? ഇങ്ങനെ ചെയ്യുക വഴി നമ്മളിൽ ഒരു പുതിയ ശാസ്ത്രശാഖ ഉണ്ടായവരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതാണ് ഹിസ്റ്ററി. അല്ലാതെ തമാശ ചെയ്യുന്നതിന്റെ ഗുണം ഇതാണ്. സോ ദിസ് ഇസ് ഹൗ ദ ഫസ്റ്റ് ഇൻസ്റ്റന്റ് ഇൻ ദ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ. ആരാണ് 2 സയന്റിസ്റ്റുകൾ? ഹെർബർട്ട് ബോയറും സ്റ്റാൻലി കോഹനും അല്ലേ? അപ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ വൈറസിലെ മൾട്ടിപ്ലൈ ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ 100 കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ DNA ആയിരക്കണക്കിന് കോപ്പികൾ ഉണ്ടാകില്ലേ? സോ വി ക്യാൻ കാൾ ഇറ്റ് ഈസ് എ DNA ക്ലോണിംഗ്. വിളിച്ചൂടെ? സോ വി ക്യാൻ കാൾ ഇറ്റ് ഈസ് എ DNA ക്ലോണിംഗ്. ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, the new rDNA, recombinant DNA can be transferred and to help ഈ DNA മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ DNA കോപ്പി ഉണ്ടാകുന്നത്. ഞാനത് വരയ്ക്കാം, നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. അടുത്ത തലമുറയിൽ പോവാണ്. ഈ DNA മൾട്ടിപ്ലൈ ചെയ്ത ഈ DNA ആകാൻ സാധ്യത അനുസരിച്ച് വരുന്നത് DNA പോളിമറൈസ്. അത് പുറത്തോണല്ലേ? ഈ DNA ഒട്ടിക്കുന്നനുസരിച്ച് പഠിച്ചു. പിന്നെ DNA പോളിമറൈസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പൊ യൂസിംഗ് DNA polymerase enzyme, the host organism, host DNA can be multiplied into parental DNA, I mean new generation അല്ലെങ്കിൽ into the progenic DNA, progenies അല്ലേ? Sada. So we can produce multiple copies called DNA cloning. So multiple with the help of DNA polymerase enzyme, all make multiple copies called DNA cloning. Also this phenomenon is called DNA cloning, and it will be producing multiple copies of the template. Is the template DNA. നേരത്തെ പഠിച്ചാണ് template DNA copies ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞവരോട് പറയാണ് ഇതിന് 3 ഘട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഒന്നിതാണ് ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ദ DNA. നമുക്ക് ആവശ്യമുള്ള DNA മുറിച്ചെടുത്തു ഇൻട്രൊഡ്യൂസിംഗ് ഇൻടു ഹോസ്റ്റ് ഓർഗാനിസം എന്താ ഹോസ്റ്റിലേക്ക് കടത്തി ആദ്യ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇൻട്രൊഡ്യൂസിംഗ് ഇൻടു ഹോസ്റ്റ് ഓർഗാനിസം ആൻഡ് ട്രാൻസ്ഫറിംഗ് ഇൻടു പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പുസ്തകത്തിൽ പറയുന്നത് വാട്ട് ആർ 3 സ്റ്റെപ്സ് ഓഫ് പുസ്തകത്തിൽ പറയുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്. വാട്ട് ആർ ബേസിക് സ്റ്റെപ്സ് ഓഫ് ജനറ്റിക് മോഡിഫിക്കേഷൻ. ചോദിക്കും വാട്ട് ആർ ബേസിക് സ്റ്റെപ്സ് ഓഫ് ജനറ്റിക് മോഡിഫിക്കേഷൻ. ഞാൻ പറയുന്നു ഇൻട്രൊഡക്ഷൻ ഓഫ് ദ DNA വിത്ത് ഡിസേബിൾ ജീൻ. ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസേബിൾ ജീൻ. നമുക്ക് താല്പര്യമുള്ള ജീൻ കണ്ടെടുത്ത് മുറിച്ചെടുക്കുക. Introducing it to individual, introducing the identified DNA into the host. Identify the DNA, introducing it into the identified DNA into the host. നമ്മൾ തിരിച്ചറിഞ്ഞ DNA ഹോസ്റ്റിലേക്ക് കടത്തി വിടുന്നു.
3 മെയിൻ്റെനൻസ് ഓഫ് ദ ഇൻട്രൊഡ്യൂസ്ഡ് ഡി എൻ എ ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ ഡി എൻ എ ടു പ്രോജനി. ഇങ്ങനെ കളിക്കുന്ന ഡി എൻ എ അത് നശിച്ചു പോയാൽ നമ്മുടെ ഇതെല്ലാം വെറുതെ ആയിട്ട് അപ്പൊ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഹൃദയം എടുത്തൊരു മനുഷ്യനെ ചേർത്ത് വെച്ചു, ഒരാളുടെ ഹൃദയം ഒരു ആക്സിഡന്റ് ഒരാൾ മരിച്ചു, അയാളുടെ ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ല, അതെടുത്ത് വേറെ ആൾക്ക് വെച്ചു. 3ന്റെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ചെയ്താലും വെറുതെ അല്ലേ? അങ്ങനെയല്ല, ഈ ഡി എൻ എ ഇവിടെ സ്വീകരിക്കപ്പെടണം അല്ലേ, മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ട്രാൻസ്ഫർ പ്രോജനി കേട്ടോ, പ്രോജനിയിൽ എല്ലാം ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്. സോ ദീസ് ആർ 3 സ്റ്റെപ്സ്. അങ്ങനെ 3 ചെയ്താലേ വിജയിച്ചു പറയൂ. ഇത് ചെയ്ത് വിജയിച്ചു, ഇത് ചെയ്ത് വിജയിച്ചു, ഇത് ചെയ്ത് തോറ്റുപോയി, പരീക്ഷ നടന്നോ? ഇല്ല. 3 ഘട്ടങ്ങൾ നടക്കണം, എങ്കിലും എന്ത് പറയാനൊക്കത്തുള്ളൂ? ഇറ്റ്സ് എ ജനറ്റിക് recombinant genetic engineering. These are the 3 basic steps of genetic modification. Genetic modification modify ചെയ്തെടുക്കുക എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഞാൻ പറയാം, identification DNA with the discernible gene, introduction of the identified DNA into the host organism, maintenance of the introduced DNA in the host and transferring the DNA into its progeny. പുസ്തകത്തിൽ കിടപ്പുണ്ട. ഇതുപോലെ പഠിച്ചോണം. These are the basic steps of genetic engineering. Okay. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ചെയ്യാൻ എന്തെല്ലാം വേണം. ടൂൾസ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി. ഇത് RDNA ടെക്നോളജി അല്ലേ? ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ എന്താ ഉണ്ടാകുന്നത്? റീകോംബിനന്റ് ഡി എൻ എ ഉണ്ടാക്കുന്നത്. അല്ലെ ഈ ഇങ്ങനെ ഉണ്ടായ ഡി എൻ എ പല പേരും നേരത്തെ ഇട്ടത് എന്താണ്? ഈ ഡി എൻ എ കിട്ടുന്ന പേരുകൾ എന്തൊക്കെയായിരുന്നു? ദിസ് ഡി എൻ എ ഇസ് കാൾഡ് RDNA, റീകോംബിനന്റ് ഡി എൻ എ, കിമറിക് ഡി എൻ എ. അല്ലെ, എന്താണ് കിമറ? ഞാൻ പറയാൻ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. ഈ പടത്തിൽ ഈ ഡി എൻ എയുടെ പേരെന്താണ്? RDNA. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീകോംബിനന്റ് ഡി എൻ എ, പിന്നെ ഹെറ്ററോജീനസ് ഡി എൻ എ, ഹെറ്ററോലോഗസ് ഡി എൻ എ, കിമറിക് ഡി എൻ എ. അങ്ങനെ വിളിച്ചു കേട്ടോ, ഞാൻ കഴിഞ്ഞ പറഞ്ഞു തോന്നുന്നു. കിമറിക് ഡി എൻ എ ഇല്ലാത്തതാണ്. കിമ എന്ന് വെച്ചാൽ നരസിംഹമാണ്, മനുഷ്യന്റെ ശരീരവും പിന്നീട് സുമത്തിന്റെ തലയുള്ള ഒരു ജന്തുവാണല്ലോ പുരാണത്തിൽ നരസിംഹം. ഇപ്പൊ 2 ചേർന്നിരിക്കും, അതാണ് കിമറ എന്ന വാക്ക്. അങ്ങനെ ഓർത്തോണം. RDNA, റീകോംബിനന്റ് ഡി എൻ എ, ഹെറ്ററോലോഗസ് ഡി എൻ എ, ഹെറ്ററോജീനസ് ഡി എൻ എ. അപ്പോൾ RDNA ഉണ്ടാകുന്ന മെത്തേഡാണ് ഞങ്ങൾ RDNA ടെക്നോളജി എന്ന് വിളിക്കും. ഇത് ചെയ്യാൻ എന്തെല്ലാം വേണം അതാണ് നമ്മൾ പഠിക്കുന്നത്. ടൂൾസ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി, അത് ക്ലാസ് പഠിക്കാം. ടൂൾസ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി, ഇതെല്ലാം മുന്നോട്ട് കേൾക്കുക. എന്തിനോട്ടോട് ചോദിക്കാം, നമുക്ക് പലവണ്ണം ഡിസ്കസ് ചെയ്യാം. ബേസിക് സ്റ്റെപ്പാണ്, ഇതെല്ലാം പഠിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. ഓക്കെ.